ശംശിയായി സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛ, ജോബി അച്ഛ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് വടക്കേലച്ച, ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അച്ഛന്മാർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള സ്വാഗതം നേരുകയാണ്. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ തോമസ് വടക്കേലച്ചൻ അച്ഛൻ പാലാ രൂപതാംഗമാണ്. അദ്ദേഹം ദീർഘകാലം കല്ലറങ്ങാട്ട് പിതാവിന്റെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെ കുറിച്ചുള്ള ആ ഒരു വിഷയത്തില് PhD കരസ്ഥമാക്കി അച്ഛൻ ഇപ്പോൾ പൗരസ്ത്യ വിദ്യാപീഠത്തിലെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹം എന്റെയും ജോബി അച്ഛന്റെ ഒക്കെ പ്രൊഫസറാണ്. അതുപോലെ ആൻഡ്രൂസ് അച്ഛന്റെ സഹപ്രവർത്തകനാണ്. പൗലോസ്ലീഹയെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന കേരള സഭയിലെ വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് നമ്മുടെ തോമസ് അച്ഛൻ. അതുപോലെ തന്നെ തോമസ് അച്ഛന് അത് പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം വചനം പഠിപ്പിക്കുക മാത്രമല്ല, വചനം നന്നായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് തോമസ് അച്ഛൻ. അദ്ദേഹത്തിന്റെ ഇപ്പൊ തന്നെ നമുക്കറിയാം, എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖം അല്ലാതെ തോമസ് അച്ഛന്റെ മുഖം നമ്മൾ കാണുകയില്ല. ക്ലാസ്സിൽ എന്ത് സംശയം ചോദിച്ചാലും വളരെ സൗമ്യതയോടെ മറുപടി പറയുന്ന ഒരാളാണ്. അതുപോലെ ഒരു എതിരഭിപ്രായം പോലും ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ മുഖത്ത് നോക്കി പറയാൻ മടിക്കാത്ത പൗലോസ്ലീഹയുടെ തീക്ഷ്ണതയുള്ള അത്ര നല്ലൊരു വ്യക്തിത്വമാണ് തോമസ് അച്ഛൻ്റെ. എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അത് അറിയാം. അപ്പൊ അച്ഛന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്കത് ഇനി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പൗലോസ്ലീഹയുടെ തീക്ഷ്ണത നമ്മളെ എരിയിപ്പിക്കുന്ന രീതിയിൽ അച്ഛൻ നമ്മൾക്ക് ക്ലാസ് എടുക്കുമെന്ന് പ്രത്യാശിക്കുന്നു. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു അച്ഛാ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ സ്നേഹം നിറഞ്ഞ ആൻഡ്രൂസ് അച്ഛ, ജോബി അച്ഛ, ഡോൺ ബോസ്കോ അച്ഛ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹായുടെ ഭാഷ്യത്തിൽ പറഞ്ഞാല് പൗലോസ്ലീഹ എല്ലാവർക്കും കത്തുകൾ അയക്കുമ്പോൾ അദ്ദേഹം ആരംഭിക്കുന്നത് ഇങ്ങനെയൊരു വാക്കോടുകൂടിയാണ്: എല്ലാവർക്കും കൃപയും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അതാണ് അതിന്റെ ചുരുക്കരൂപം. അല്ലെങ്കിൽ പൗലോസ്ലീഹ അല്പം കൂടി വിശദമായിട്ട് പറയും: നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സമാധാനവും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും. ഈ ക്ലാസിന്റെ ആരംഭത്തിൽ എനിക്ക് ഈ ഒരു ആശംസയാണ് എല്ലാവർക്കും നൽകാനുള്ളത്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സമാധാനവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഖാരിസ് ആൻഡ് എയ്റേനെ, അത് രണ്ട് ഗ്രീക്ക് പ്രയോഗങ്ങളാണ്. കൃപയും സമാധാനവും അതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരു വചനഭാഗത്തോടു കൂടെ നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ 13-ാമത്തെ അധ്യായം 1 തുടങ്ങി 8 വരെയുള്ള വചനഭാഗങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചന വരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ഈ ക്ലാസ്സിൽ ഉൾച്ചേർന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ശക്തിയാൽ പരിശുദ്ധ റൂഹായുടെ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ റൂഹായുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും നിറയ്ക്കണമേ. വിജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. വചനം കൃത്യമായി മനസ്സിലാക്കാൻ, അത് പ്രഘോഷിക്കാൻ, അത് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. നിത്യപിതാവും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സില് ഞാൻ പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പത്രോസ്, പൗലോസ് സ്ലീഹന്മാരെ കുറിച്ചാണ്. പ്രധാനമായിട്ടും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പൗലോസ് സ്ലീഹായുടെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടുമാണ്. രണ്ടുപേരും ഏറെ സുന്ദരമായിട്ട്
മിഷൻ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് പ്രധാനമായും നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അപ്പസ്തോല പ്രവർത്തനമായിരിക്കും. പിന്നീട് പൗലൂസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചില ദർശനങ്ങളും മിഷൻ യാത്രകളെ കുറിച്ചും ഒക്കെ പറയാനായിട്ട് പൗലൂസിന്റെ ചില ലേഖനങ്ങൾ കൂടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പത്രോസും പൗലോസും അവര് രണ്ടുപേരും സഭയുടെ നെടുന്തൂണുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പില്ലേഴ്സ് ഓഫ് ദ ചർച്ച് എന്നാണ് അവർ രണ്ടുപേരെയും കുറിച്ച് എപ്പോഴും പറയുന്നത്. അത് ശരി തന്നെയാണ് താനും. കാരണം നമ്മുടെ കത്തോലിക്ക സഭ ഇന്ന് ഇങ്ങനെ വളരെ ഉറച്ചതായിട്ട് നിലനിൽക്കുന്നതിന് പിന്നില് ഈശോയുടെ വഴികള് ഇവർ രണ്ടുപേരും നല്ലതുപോലെ പിഞ്ചുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവരെങ്ങനെയാണ് ഈ മിഷൻ യാത്രകൾ നടത്തിയത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ഏതാനും കാര്യങ്ങൾ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സ്ക്രീനിലുള്ള ഷെയറിങ്ങിലൂടെ ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കി തന്നുകൊള്ളുകയും ചെയ്യാം. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. കാണാൻ സാധിക്കുന്നുണ്ടോ? ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. ഓക്കെ. നമ്മളുടെ പ്രധാനപ്പെട്ട സംസാര വിഷയം ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് 2 അപ്പസ്തോലന്മാരെ കുറിച്ചാണല്ലോ. അത് പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്ന പുസ്തകം അപ്പസ്തോല പ്രവർത്തനമാണ്. അപ്പസ്തോല പ്രവർത്തനം എന്നുള്ള തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും അപ്പസ്തോലന്മാരുടെ പ്രവർത്തനമാണ്. ഈ പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ 2 അപ്പസ്തോലന്മാരെ കുറിച്ചാണ്. ഇത് കൂടാതെ മറ്റു പലരെയും കുറിച്ചും ചെറിയ പരാമർശങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നീട് പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് ഡീക്കന്മാരായ ഏതാനും പേരെ കുറിച്ചാണ്. ഡീക്കന്മാരായ എസ്തപ്പാനോസിനെ കുറിച്ചും ഫിലിപ്പോസിനെ കുറിച്ചുമുള്ള പരാമർശം ഉണ്ടെങ്കിലും അപ്പസ്തോല പ്രവർത്തനത്തില് ഈ 2 പേരുടെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്നുള്ള ടൈറ്റില് ആ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇവിടെ പറയുന്നത് കണ്ടോ, ഈ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ പറയും പ്രാക്സൈസ് അപ്പോസ്തലോൺ, ഗ്രേറ്റ് ഡീഡ്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്നാണ് ഈ അപ്പസ്തോല പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നത്. ഗ്രേറ്റ് ഡീഡ്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. അപ്പസ്തോലന്മാര് ചെയ്ത കാര്യങ്ങൾ വെറുതെ ഏതാനും കാര്യങ്ങൾ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവര് വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഈ പുസ്തകത്തെ നമ്മൾ ഇപ്രകാരം വിളിക്കുന്നത് ദ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. ഇത് വെറുതെയുള്ള ചില്ലറ കാര്യങ്ങളല്ല, മറിച്ച് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഈശോയെ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുന്ന, അത് വചനത്തിലൂടെയാവാം, സൗഖ്യത്തിന്റെ ശുശ്രൂഷയിലൂടെയാവാം. പ്രധാനമായിട്ടും 2 മിനിസ്ട്രികളാണ് കേട്ടോ ഉള്ളത്. വചനത്തിന്റെ മിനിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ സൗഖ്യത്തിന്റെ ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്. അപ്പോസ്തലന്മാർ ഇവർ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. പത്രോസ് ലീഹായും ചെയ്യുന്നുണ്ട്, പൗലോസ് ലീഹായും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും മിനിസ്ട്രി ഓഫ് വേർഡ് എന്ന് പറയും. മിനിസ്ട്രി ഓഫ് വേർഡ് വചനത്തിന്റെ ശുശ്രൂഷ, 2 മിനിസ്ട്രി ഓഫ് ഹീലിംഗ് സൗഖ്യത്തിന്റെ ശുശ്രൂഷ. ഈ 2 ശുശ്രൂഷകളാണ് ഇവർ പ്രധാനമായിട്ട് നടത്തുന്നത്. അതാണ് അവരുടെ ആക്ട്സ്. ഒന്ന് വചന പ്രഘോഷണം, 2 സൗഖ്യത്തിന്റെ ശുശ്രൂഷ. അത് നമ്മൾ ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ ഒരുപാട് ഇടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ഈ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് ഈ കത്ത് അയക്കുന്നത് ആർക്കാണ് എന്നുള്ള ഒരു വാക്ക് നമുക്കൊന്ന് വായിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പസ്തോല പ്രവർത്തനം ആരംഭിക്കുന്നത് ആരെയോ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ആദ്യ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അവിടെ നമുക്ക് ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, അല്ലയോ തെയോഫിലോസ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഇല്ലേ? അല്ലയോ തെയോഫിലോസ്. ഈ തെയോഫിലോസ് ആരാണ് എന്നുള്ള ചോദ്യമാണ്. അല്ലയോ തെയോഫിലോസ്. അവിടെ ലൂക്കാസ് സുവിശേഷകൻ തെയോഫിലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്നേഹിതനാകാം, ദ ലൗഡ് വൺ ഓഫ് ഗോഡ്, ദൈവം സ്നേഹിക്കുന്നവനാകാം. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ അപ്പസ്തോല പ്രവർത്തനം എഴുതിയിരിക്കുന്നത്. അതായത് ദൈവം സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ കൂട്ടുകാരായ, ദൈവം കൂട്ടുകൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങള് ലൂക്ക സുവിശേഷകൻ എഴുതുന്നത്. അതുകൊണ്ട് ഈ ക്ലാസിന്റെ ആരംഭത്തിൽ എനിക്ക് എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഇത് പ്രധാനമായിട്ടും ദൈവം സ്നേഹിക്കുന്ന നമ്മൾക്ക് ഈ 2 വിശുദ്ധാത്മാക്കളെ കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പങ്കുവയ്ക്കലാണ്.
പേരെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മളോട് സംസാരിക്കുന്നതാണ്. വി ആർ ഫ്രണ്ട്സ് ഓഫ് ഗോഡ്. നമ്മൾ തെയോഫിലോസ് ആണ്. വി ആർ ഫ്രണ്ട്സ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ കൂട്ടുകാരാണ്. ദൈവം നമ്മുടേതുമാണ്. അങ്ങനെയുള്ള നമുക്ക് പങ്കുവയ്ക്കുന്നതാണ് ഈ വചനഭാഗങ്ങള്. ഈ വചനഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വചനമാണ്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വചനം അത് വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പൗലോസും പത്രോസും ഒക്കെ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം ആരെങ്കിലും വായിക്കാമോ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും ജൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. താങ്ക് യു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കർത്താവ് ഇവരോട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ മേല് പരിശുദ്ധ റൂഹ വരും. റൂഹായാൽ നിങ്ങൾ അഭിഷേകിതരാകും. അങ്ങനെ നിങ്ങൾക്ക് അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് നിങ്ങൾ ജെറുസലേമില്, യൂദയ സമറിയായില്, ലോകത്തിന്റെ അതിർത്തികൾ വരെ വചനം പ്രസംഗിക്കാനായിട്ട് പോകും. ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ദ ചർച്ച് ഇൻ ജെറുസലേം, ദ ചർച്ച് ഇൻ ജൂഡയ ആൻഡ് സമറിയ, ദ ചർച്ച് ഇൻ ദ എൻഡ്സ് ഓഫ് ദ എർത്ത്. 3 ഇടങ്ങളിലായിട്ടാണ് ഈ സുവിശേഷ പ്രസംഗങ്ങള്, ഹീലിങ്ങുകളെല്ലാം നടന്നത്. 1-ാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ദ ചർച്ച് ഇൻ ജെറുസലേം, ജെറുസലേമിലെ സഭ അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ജെറുസലേമിലെ സഭയിലെ പ്രധാനമായിട്ടും പ്രവർത്തിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പത്രോസാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പത്രോസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചുമാണല്ലോ. ഈ 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജെറുസലേമിൽ വചനത്തിന്റെ ശുശ്രൂഷ നടന്നിട്ടുണ്ട്. ഈ വചനത്തിന്റെ ശുശ്രൂഷ പ്രധാനമായിട്ട് നടത്തിയത് പത്രോസ്ലീഹായാണ്. പ്രധാനമായിട്ടും ജെറുസലേമിൽ ഉണ്ടായിരുന്നത് യഹൂദരാണ് താൻ. വിജാതിയരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും പ്രധാനമായിട്ടും ജെറുസലേമുമായി ബന്ധപ്പെട്ട്, ജെറുസലേം ദേവാലയവുമായി ബന്ധപ്പെട്ട്, ജെറുസലേം പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ആൾക്കാരുള്ളത് യഹൂദന്മാരാണ്. അവിടെയായിരുന്നു പത്രോസ്ലീഹായുടെ പ്രവർത്തനം. ഇതിന്റെ 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് സമറിയ യൂദയ പ്രദേശമാണ്. അവിടെ പ്രധാനമായിട്ടും ശുശ്രൂഷ ചെയ്തത് എസ്തപ്പാനോസും ഫിലിപ്പോസുമാണ്. ഫിലിപ്പാണ് പ്രധാനമായിട്ടും സമറിയ പ്രദേശത്തുകൂടെ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. 3-ാം ഭാഗത്താണ് റോമായുമായി ബന്ധപ്പെട്ടിട്ട് ടു ദ എൻഡ്സ് ഓഫ് ദ എർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിന്റെ അതിർത്തികൾ വരെ. ലോകത്തിന്റെ അതിർത്തി എന്ന് അന്നത്തെ കാലത്ത് പറയുന്നത് ഏത് പ്രദേശമാണെന്ന് ചോദിച്ചാൽ അത് റോമായാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാല് റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ റോമൻ അധികാരികള് എല്ലാ പ്രദേശവും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. അപ്പോൾ ഈ ലോകം മുഴുവനും അവരുടെ അവരുടെ കീഴിൽ വരും, അവരുടെ അധികാരത്തിൽ വരും എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ട് പറയാണ് എൻഡ്സ് ഓഫ് ദ എർത്ത് എന്നുള്ളത് അർത്ഥമാക്കുന്നത് റോമാണ്. അവിടെ പ്രധാനമായിട്ടും ആരാണുള്ളത്? വിജാതീയരാണ്, നോൺ ജൂയിഷ് പീപ്പിൾ ആണ്, ജെന്റൈൽസ് ആണ്. അവരോട് വചനം പ്രസംഗിച്ചത് ആരാണ്? പൗലോസ്ലീഹായാണ്. അതുകൊണ്ട് ഈ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് പത്രോസ്ലീഹായുടെ പ്രവർത്തനങ്ങളും അതിന്റെ അവസാന ഭാഗത്ത് പകുതി കഴിയുമ്പോൾ പൗലോസ്ലീഹായുടെ പ്രവർത്തനങ്ങളുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പത്രോസ്ലീഹായുടെ മിഷൻ പ്രവർത്തനമാണ് ആദ്യം പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. പത്രോസ്ലീഹായുടെ പ്രവർത്തനം അത് എങ്ങനെയുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ആദിമ സഭയിലെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അത് പരിശുദ്ധ അമ്മയോട് കൂടെ ഉള്ളതായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം അമ്മയോട് കൂടെയായിരുന്നു. പരിശുദ്ധ അമ്മയോട് കൂടെയുള്ള ഒരു സാന്നിധ്യം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മാത്രം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് കൂടെ ഇവരായിരുന്നു എന്നുള്ളത് അത് വ്യക്തമാക്കുന്നത് 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തിലേക്ക് നമുക്കൊന്ന് വരാം. 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആദിമസഭ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ പത്രോസും ബാക്കി ഉള്ള ആൾക്കാരും ഒക്കെ, പത്രോസും ബാക്കി അപ്പസ്തോലന്മാരും നമുക്കറിയാലോ അത് ആരൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് അത് പത്രോസും യോഹന്നാനും യാക്കോബും അന്ത്രയോസും
ഫിലിപ്പും തോമസും ബർത്തലോമിയും മാത്യുവും ജെയിംസ് സൺ ഓഫ് ആൽഫിയൂസും തീവ്രവാദിയായ ഷിമയോനും ജൂഡസ് സൺ ഓഫ് ജെയിംസ് അവരൊക്കെയാണ് ഉള്ളത്. 11 പേര്. അവരെല്ലാവരും കൂടി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. അവരുടെ മിഷൻ പ്രവർത്തനത്തിന്റെ പ്രധാന ചൈതന്യം അതെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ വാക്കിൽ വ്യക്തമാകുന്നത് കേട്ടോ. 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. അവർ ഏക മനസ്സോടെ വിത്ത് വൺ അക്കോർഡ്, വിത്ത് വൺ മൈൻഡ് ആൻഡ് വൺ പർപ്പസ്, ഒരേ കാര്യം, ഏക മനസ്സ്. അവർക്ക് ഒരുമയാണുള്ളത്, ഭിന്നതയല്ല, വിഭാഗീയതയല്ല അവിടെ ഉള്ളത്. ഇവിടെ ഇവര് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇൻ പ്രയർ. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ദൈവത്തോടുള്ള സംഭാഷണമാണ്, ഗോഡ് ടോക്ക് ആണ്. ഇവര് പ്രധാനമായിട്ടും സമയം ചെലവഴിച്ചിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ടു ഹാവ് എ ഗോഡ് ടോക്ക്, ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിൽ, അതിനു വേണ്ടിയിട്ടാണ്. ഇനി അതെങ്ങനായിരുന്നു? ഇവർ ഒരുമിച്ചായിരുന്നു, ഏക മനസ്സോടെ, വിത്ത് വൺ മൈൻഡ് ആൻഡ് വൺ പർപ്പസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആരുടെ കൂടെയാണ്? ബീങ് വിത്ത് മദർ മേരി, പരിശുദ്ധ അമ്മയോട് കൂടെയാണ്. വീണ്ടും എങ്ങനെയാണ്? ബീങ് വിത്ത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവന്റെ സഹോദരങ്ങളോടും മറ്റു സ്ത്രീകളോടും സഹോദരങ്ങളോടും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്, കൊയിനോനിയാണ്. പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് അവര് തമ്പുരാനോട് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഈ ആദിമസഭയുടെ പ്രത്യേകത. പ്രത്യേകിച്ച് പത്രോസിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ കൂടെ പത്രോസും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. അതായിരുന്നു ഇവരുടെ മിഷൻ പ്രവർത്തനത്തിന്റെ ചൈതന്യം. അവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു തീക്ഷ്ണത കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ് ഇവര്. നമുക്ക് അറിയാം പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള പ്രവർത്തനമായിരുന്നു ഇവർ നടത്തുന്നത് എന്നുള്ളത്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് ഇവരെ ശുശ്രൂഷ ചെയ്യുന്നത്. വീണ്ടും പരിശുദ്ധ അമ്മയുടെ കൂടെയായിരുന്നു എന്നുള്ളൊരു ചിന്തയാണ്. ഇനി ഇവരുടെ പത്രോസിന്റെ മിഷനെ കുറിച്ച് പറയാം. പത്രോസിന്റെ പ്രസംഗത്തെ കുറിച്ചാണ് ഒന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഇവര് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ പത്രോസ് സഭയുടെ നേതാവ് എന്നുള്ള നിലയിൽ, കാരണം കേപ്പായാണല്ലോ, പാറയാണ് സഭ, ഈ പത്രോസിന്മേലാണ് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. മൂലക്കല് മിശിഹായാണ്, എങ്കിലും ഇതിന്റെ പണികളൊക്കെ നടത്തുന്നത് പത്രോസാണ്. പത്രോസ് ആകുന്ന പാറ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇനി പത്രോസിന്റെ റോളിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 15-ാമത്തെ വചനം ഒന്ന് വായിക്കാം. 15-ാമത്തെ വചനം മാത്രം. അപ്പോസ്തല പ്രവർത്തനം 1:15. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. അപ്പോസ്തല പ്രവർത്തനം 1:15. അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു. ഓക്കെ, താങ്ക് യു കേട്ടോ, താങ്ക് യു. അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു. പത്രോസ് ഈ സഭാ കൂട്ടായ്മയുടെ നേതൃസ്ഥാനത്ത് ഉള്ളയാളാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങള് സഭയിൽ ഉണ്ടാകുമ്പോൾ സഭയെ നയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി എഴുന്നേറ്റ് നിന്ന് വേണ്ട മാർഗനിർദ്ദേശങ്ങള് കൊടുക്കുന്നു. പത്രോസിന്റെ മിഷൻ അതാണ്. പത്രോസ് ഈ സഭയെ നയിക്കുന്നയാളാണ്. അദ്ദേഹം വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ സഹോദരർ സമ്മേളിച്ചിരിക്കുക, അവരെല്ലാം ഒരു കൂട്ടായ്മയായിട്ട്, ഒരു സഭയായിട്ട് സമ്മേളിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇടത്ത് ആണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. വീണ്ടും നമുക്ക് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ മേൽ വരുന്ന മാറ്റത്തെ കുറിച്ച് കൂടെ നമുക്കൊന്ന് കേൾക്കാനായിട്ട് സാധിക്കും. പത്രോസിന്റെ പ്രസംഗം ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പത്രോസിന്റെ പരിശുദ്ധാത്മാവ് നിറയുന്ന ആ ഒരു കാര്യത്തെ കുറിച്ച് കൂടെ ഒന്ന് പറയാം. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 2-ാമത്തെ അധ്യായത്തില് ഈ പരിശുദ്ധ റൂഹ നമ്മുടെ ഈ അപ്പോസ്തലന്മാരുടെ മേൽ വരുന്നതിനെ കുറിച്ച് കാണും. പത്രോസിന്റെ മിഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും, പത്രോസിന് തീഷ്ണതയൊക്കെ ഉണ്ടായിരുന്നു, ഇടക്കാലത്ത് ഇച്ചിരി മങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതൽ തീഷ്ണതയോടുകൂടെ പത്രോസിന് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് സാധിച്ചത്, അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂഹായുടെ ആവാസമാണ്. പത്രോസിന്റെ പ്രസംഗത്തിന്റെ ഊർജം, അത് അഭിഷേകമാണ്. അത് നമ്മൾ കാണുന്നത് 2-ാമത്തെ അധ്യായത്തിന്റെ
അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള വചനഭാഗത്താണ് നമുക്ക് 2-ാമത്തെ അധ്യായത്തിന്റെ 1 തുടങ്ങി 4 വരെയുള്ള വചനഭാഗങ്ങളൊന്ന് വായിക്കാം. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. താങ്ക് യു. പന്തക്കുസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ആദിമസഭയുടെ പ്രത്യേകത നമ്മൾ വീണ്ടും കാണുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു കൂട്ടമാണ്. ഞാന് ഒറ്റയ്ക്ക് എന്റേത് എന്നുള്ള ശൈലി അല്ല ആദിമസഭയ്ക്കുള്ളത്. നമ്മൾ ഒരുമിച്ച് വി ആർ വൺ എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആയിരിക്കുന്നത്. പന്തക്കുസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഇനി അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റൂഹ അവരുടെ മേലെ ആവസിക്കുകയാണ്. പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ അവരെല്ലാവരും നിറഞ്ഞു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് വന്നു എന്ന് നമ്മൾ ഇവിടെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. റൂഹ അവരുടെ മേലെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പത്രോസും ബാക്കി എല്ലാ അപ്പസ്തോലന്മാരും ഉണ്ട്, യൂദാസ് ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. അവരുടെ മേലെ ഈ പരിശുദ്ധ റൂഹ നിറഞ്ഞു എന്നുള്ളതാണ്. റൂഹ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഫയർ ആണ്, അത് തീയാണ്, പ്നൗമ അതൊരു കാറ്റാണ്. അത് ഇവരുടെ മേലെ നിറയുമ്പോൾ അവർക്കുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. അവരുടെ മേലെ ഈ പരിശുദ്ധ റൂഹ നിറഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. ശക്തി പ്രാപിച്ച് അവര് വിവിധങ്ങളായിട്ടുള്ള ഭാഷകളിൽ സംസാരിച്ചു, ഭാഷാവരം ഉണ്ടായി. നമ്മുടെ പത്രോസിന്റെ മിഷനെ കുറിച്ച് പറയുന്നത് ഇതാണ്. റൂഹ നിറഞ്ഞ, അഭിഷേകം കിട്ടിയ, ആ സജീവതയിൽ ചൈതന്യത്തില് പ്രവർത്തിക്കുന്ന, പ്രസംഗിക്കുന്ന ഒരു ശ്ലീഹായാണ് പത്രോസ്. ഇനി അങ്ങനെയുള്ള ചൈതന്യം കിട്ടിയ ആള് തീഷ്ണതയോടുകൂടിയല്ലേ പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാലോ? തീർച്ചയായിട്ടും അതെ, അദ്ദേഹം തീഷ്ണതയോടുകൂടിയാണ് പ്രസംഗിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണും പത്രോസ് ധൈര്യത്തോടുകൂടെ ഉറക്കെ പ്രസംഗം പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യങ്ങൾ തുടങ്ങിയൊന്ന് വായിക്കാം. ഏതാനും വാക്കുകൾ മാത്രം മതി. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുൾ ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസരുടെ മേലും ദാസികളുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. മതി. താങ്ക് യു. പത്രോസ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ്. യഹൂദ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, പത്രോസ് ജെറുസലേമിലാണ്. ജെറുസലേമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷയുടെ പ്രദേശം. അവിടെ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിക്കുകയാണ്. ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. അതാരാണ്? യഹൂദ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. യഹൂദ ജനങ്ങളോടാണ് പ്രധാനമായിട്ടും ഇത് പറയുന്നത്. ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന് 3-ാം മണിക്കൂറിലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആത്മാവിനെ വർഷിച്ചു. അങ്ങനെ ഈ പ്രസംഗം പറയുന്നതും ഇവര് തൈലത്താൽ അല്ലെങ്കിൽ റൂഹായാൽ അഭിഷേചിതരായി സംസാരിക്കുന്നതും വെറുതെ ലഹരി പിടിച്ചിട്ടുള്ളതല്ല. ഇവര് ശരിക്കും ഉള്ള അഭിഷേകത്താൽ സംസാരിക്കുന്നതാണ്. പത്രോസിന്റെയും കൂട്ടരുടെയും പ്രസംഗം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മിഷനെ കുറിച്ച് പറയും, അത് അഭിഷേകമുള്ള സംസാരമായിരുന്നു. റൂഹായുടെ നിറവുള്ള പ്രസംഗമായിരുന്നു. അത്തരത്തിലുള്ള ചൈതന്യത്തിലാണ് അവരെപ്പോഴും സംസാരിച്ചിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലാക്കുകയാണ് പത്രോസ് എങ്ങനെയാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹം റൂഹായാൽ നിറഞ്ഞ് അഭിഷേകത്തോടു കൂടെയായിരുന്നു സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ്. വീണ്ടും അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നത് തീർച്ചയായിട്ടും
ഈശോ മിശിഹായാണ് എന്നുള്ള സത്യത്തെക്കുറിച്ചാണ് അവര് പ്രത്യേകമായിട്ട് സംസാരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ പത്രോസിന്റെ പ്രസംഗങ്ങളുടെ ഒരു പ്രത്യേകത, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെടണം, മാനസാന്തരപ്പെട്ട് വേണം നിങ്ങൾ പശ്ചാത്തപിക്കണം, പശ്ചാത്തപിച്ച് നിങ്ങളെ തിരികെ വരണം എന്നുള്ളതാണ് ഈ പത്രോസിന്റെ പ്രസംഗത്തിന്റെ മറ്റൊരു പ്രത്യേകത. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും തിരികെ വരണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ തിരികെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷണം കൂടെ പത്രോസിന്റെ പ്രസംഗത്തിൽ നമ്മൾ കാണും. അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ എപ്പോഴും പറയുന്ന രണ്ട് കാര്യങ്ങള് റിപ്പന്റൻസും ബാപ്റ്റിസവും ആണ്. നിങ്ങൾ പശ്ചാത്തപിക്കണം, നിങ്ങളുടെ തെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അവബോധം ഉണ്ടാവണം, അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ചിന്ത, ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു പശ്ചാത്താപത്തിന്റെ ചിന്ത ഉണ്ടാകണം. അതുകൂടാതെ തന്നെ നിങ്ങൾ മാമോദിസ സ്വീകരിക്കണം എന്നുള്ളതും പത്രോസിന്റെ പ്രസംഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മിഷൻ അങ്ങനെയാണ് നമ്മളോട് പങ്കുവെക്കുന്നതും. അത് കൂടാതെ തന്നെ അദ്ദേഹം പ്രധാനമായിട്ടും വീണ്ടും സൗഖ്യം നൽകുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വരാം. എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്കാണ്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1 തുടങ്ങി 6 വരെയുള്ള അല്ലെങ്കിൽ 8 വരെയുള്ള വചനഭാഗം ഒന്ന് വായിക്കാവോ ആരെങ്കിലും? പത്രോസിന്റെ മിഷനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പസ്തോല പ്രവർത്തനം ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത്ത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. താങ്ക് യു കേട്ടോ, താങ്ക് യു. നമ്മൾ തൊട്ട് മുൻപ് പത്രോസിന്റെ ഒരു പ്രസംഗത്തെ കുറിച്ചാണ് വായിച്ച് മനസ്സിലാക്കിയത്. അതാണ് മിനിസ്ട്രി ഓഫ് വേർഡ്, വചനത്തിന്റെ ശുശ്രൂഷ. ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ, മറ്റൊരു മിനിസ്ട്രിയും കൂടിയുണ്ട്, മിനിസ്ട്രി ഓഫ് ഹീലിംഗ്, സൗഖ്യത്തിന്റെ ശുശ്രൂഷ. സൗഖ്യത്തിന്റെ ശുശ്രൂഷയുടെ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പത്രോസും കൂട്ടരും ഒക്കെ ജെറുസലേമിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ സുന്ദരകവാടം എന്നറിയപ്പെടുന്ന ദേവാലയത്തിന്റെ ഒരു ഭാഗത്ത് അവര് ഒരു മുടന്തനായ മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തോടെ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇവിടെ പത്രോസിന്റെ മിഷന്റെ 1-2 പ്രത്യേകതകളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട്, അതായത് ദേവാലയത്തോട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനമായിരുന്നു ഇവരുടേത് എന്നുള്ളതാണ്. ദേവാലയത്തോട് ചേർന്നുള്ള പ്രവർത്തനം, ദേവാലയത്തിലേക്ക് പോകുന്നു, അതാണ് പത്രോസിന്റെ ഒരു പ്രത്യേകത. രണ്ടാമതായിട്ട് പത്രോസിന്റെ ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക. പത്രോസ് പറയുകയാണ്, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. പത്രോസിന്റെ മിഷന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഈ പണം കൊണ്ട് നടക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ്. സ്വർണമോ വെള്ളിയോ എനിക്ക് ഇല്ല. അതായത് ലോകത്തിന്റെ ദൃഷ്ടിയില് നേട്ടമെന്ന് കരുതുന്ന സ്വർണമോ വെള്ളിയോ അത്തരത്തിലുള്ള പണമോ ധനമോ ഒന്നും എനിക്കില്ല. അതായത് അപ്പസ്തോലന്മാർക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല ഉള്ളത് എന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. രണ്ടാമത് പറയുന്നത് ശ്രദ്ധിക്കുക, അദ്ദേഹം പറയുകയാണ്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എനിക്ക് എന്താ ഉള്ളത്? എനിക്കുള്ളത് നസ്രായനായ ഈശോ മിശിഹായാണ്, നസ്രായനായ ഈശോ മിശിഹായാണ്. അതാണ് എനിക്കുള്ളത്. എനിക്കുള്ളത് നസ്രായനായ ഈശോ മിശിഹായാണ് എനിക്കുള്ളത്. അതുകൊണ്ട് പത്രോസ് പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഐ ഹാവ് നോ സിൽവർ ഓർ ഗോൾഡ്, ബട്ട് വാട്ട് ഐ ഹാവ് ഐ ഗീവ് യു, വാട്ട് ഐ ഹാവ് ഐ ഗീവ് യു. എനിക്ക് ഉള്ളതാണ് നിനക്ക് തരുന്നത്. എനിക്കുള്ളത് എന്താ? ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത് സ്റ്റാൻഡ് ആൻഡ് വാക്ക്. അതാണ് ഈ പത്രോസിന്റെ മിഷന്റെ ഒരു പ്രത്യേകത.
ഭൗതികമായിട്ടുള്ള വസ്തുവകകളോ നേട്ടങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല. മറിച്ച് ഉള്ളത് ഈശോ മിശിഹായാണ്, ജീസസ് ക്രൈസ്റ്റ് ആണ്. ആ യേശു ക്രിസ്തുവിനെ ആണ് അദ്ദേഹം എല്ലാവർക്കും കൊടുക്കുന്നത്. ഈശോ മിശിഹ അത് മതി. അതാണ് പത്രോസിന്റെ മിഷന്റെ മറ്റൊരു പ്രത്യേകത. എനിക്ക് ഉള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ ഈശോ മിശിഹായുടെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. വീണ്ടും അടുത്ത ഒരു വാക്ക് കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. വലത് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പത്രോസ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. ആ ചിത്രത്തിലോട്ടൊന്ന് നോക്കുക. പത്രോസ് അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് വലത് കൈയല്ല പിടിച്ചിരിക്കുന്നത്, വലത് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അതായത് വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ, അതാണ് പത്രോസിന്റെ പ്രത്യേകത. വീണ് കിടക്കുന്നവനെ എന്നേക്കുമായിട്ട് വീണ് കിടക്കാതെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു പത്രോസ്, അതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത. വീണ്ടും ആ പത്രോസ്, നമ്മൾ ആദ്യം മിനിസ്ട്രി ഓഫ് വേർഡ് പറഞ്ഞു, ഇപ്പൊ മിനിസ്ട്രി ഓഫ് ഹീലിംഗ് പറഞ്ഞു. വീണ്ടും പത്രോസ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പത്രോസ് വീണ്ടും പ്രസംഗിക്കുന്നുണ്ട്. പത്രോസിന്റെ അടുത്ത ഒരു പ്രസംഗം നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 11 തുടങ്ങിയുള്ള വചനങ്ങളിലാണ്. അവിടെയും പത്രോസ് വളരെ ശക്തമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 3-ാമത്തെ അധ്യായത്തിന്റെ 11 തുടങ്ങിയ ഏതാനും വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചാൽ മതി. അപ്പസ്തോല പ്രവർത്തനം 3-ാമത്തെ അധ്യായത്തിന്റെ 11 തുടങ്ങിയുള്ള വചനങ്ങൾ. യോഹന്നാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ട് സോളമന്റെ മണ്ഡപത്തിൽ അവരുടെ അടുത്ത് ഓടിക്കൂടി. ഇത് കണ്ട് പത്രോസ് അവരോട് പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എന്തിന് ഇതിൽ അത്ഭുതപ്പെടുന്നു? ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കുവാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അത്ര മതി. ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, പത്രോസ് മിനിസ്ട്രി ഓഫ് വേർഡിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. അങ്ങനെ വചനം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചോളുക. ഇവരെ സൗഖ്യം കൊടുത്തു, അദ്ദേഹത്തിന് സൗഖ്യം ഉണ്ടായി. ആൾക്കാരെല്ലാവരും ഈ അപ്പസ്തോലന്മാരെ നോക്കുകയാണ്, പത്രോസിനെയും കൂട്ടരെയൊക്കെ നോക്കുകയാണ്. ഇവർ വലിയ കാര്യം എന്തോ ചെയ്തു എന്നുള്ള ചിന്തയോടുകൂടെയാണ് അവരെ നോക്കുന്നത്. അപ്പോൾ പത്രോസിന്റെ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കുക. പത്രോസ് അവരോട് സംസാരിക്കുകയാണ്. അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്. പത്രോസ് അവരോട് പറഞ്ഞു, ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ട് ഇവന് നടക്കാൻ കഴിവ് കൊടുത്തു എന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന്? ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല, ഞങ്ങളുടെ സുഹൃതത്തിന്റെ മെച്ചം കൊണ്ടല്ല, ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള വരദാനങ്ങൾ കൊണ്ടുമല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ദ വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോ മിശിഹായുടെ പ്രവർത്തനമാണ്, എന്റെ കഴിവല്ല. അതാണ് ഈ പത്രോസിന്റെ ഒരു നല്ല ഭാവം എന്ന് പറയുന്നത്. അത്ഭുതങ്ങള് പ്രവർത്തിച്ചു. അതുകൊണ്ട് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് കാരണമായ അയാള് ശ്രേഷ്ഠനാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരുടെയും ഒക്കെ പേരുകള് സൗഖ്യത്തിന്റെ പേരില് അദ്ദേഹത്തിലൂടെ ശുശ്രൂഷ സൗഖ്യം കിട്ടി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ അതല്ല. അവരെല്ലാം ഉപകരണങ്ങൾ മാത്രം. ദേ ആർ നിയർലി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ ഉപകരണങ്ങൾ മാത്രമാണ്. സൗഖ്യം കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈശോ മിശിഹാ തന്നെയാണ്, ദൈവമാണ്. അതാണ് പത്രോസ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പത്രോസിന്റെ മിഷനിൽ നമ്മൾ പഠിക്കേണ്ടതും ഈ ഒരു കാര്യത്തെ കുറിച്ചാണ്. ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ടല്ല, ഞങ്ങളല്ല അവന് കഴിവ് കൊടുത്തത് നടക്കാനായിട്ട്, മറിച്ച് ഇറ്റ് ഈസ് ആക്ച്വലി ദ വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ 3:6 നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഈശോ മിശിഹായുടെ നാമത്തിലാണ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്, സൗഖ്യം ഞങ്ങളുടെ പേരിലല്ല എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം വളരെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. വീണ്ടും ഈ പത്രോസിന്റെയും കൂട്ടരുടെയും മിഷനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് 4-ാമത്തെ അധ്യായത്തിന്റെ വെളിച്ചത്തിലാണ് കേട്ടോ. പത്രോസും യോഹന്നാനും ഒക്കെ കൗൺസിലിന്റെ മുന്നിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിചാരണയ്ക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഈ മിഷന്റെ അകത്ത് എല്ലാ ദിവസവും പ്രസംഗം ഒക്കെ പറഞ്ഞ് സൗഖ്യമൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങ് പോയാൽ മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. അതല്ല, അങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. ഈ പ്രവർത്തനത്തിൽ അവർക്ക് ഒരുപാട് സഹനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം ഇതാണ്: മിഷൻ യാത്രകളിൽ
മിഷൻ പ്രവർത്തനങ്ങളിൽ സഹനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. സഹനങ്ങൾ ഇല്ലാതെ മിഷൻ പ്രവർത്തനം ഇല്ല. നമുക്ക് അതൊന്ന് വ്യക്തമാക്കാനായിട്ട് ആദ്യത്തെ 1-2 വചനങ്ങൾ വായിക്കാം. 4-ാമത്തെ അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള വചനങ്ങൾ ഒന്ന് വായിക്കാം. അവർ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദൂക്കായരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് യേശുവിനെ ആധാരമാക്കി പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ഇക്കൂട്ടർ വളരെ അസ്വസ്ഥരായിരുന്നു. അവർ അവരെ പിടികൂടി സന്ധ്യ ആയതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. താങ്ക് യു. ഈ പത്രോസും ബാക്കിയുള്ളവരും ഒക്കെ അവരുടെ മിഷൻ പ്രവർത്തനങ്ങളില് സഫറിങ് ഉണ്ടായി എന്നുള്ളതാണ്. തടവറ ജീവിതങ്ങൾ അവർക്ക് പലപ്പോഴും നേരിടേണ്ടതായിട്ട് വന്നു. അങ്ങനെ സഫറിങ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നതിന്റെ ഒരു ചുരുക്കം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി ഇവർ പഠിപ്പിച്ച ഒരു പ്രധാന കാര്യത്തെ കുറിച്ചുകൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവരിവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് ഇവരെ സംസാരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് 7-ാമത്തെ വചനത്തിലോട്ട് ഒന്ന് വരാം. 7-ാമത്തെ വചനത്തില് അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു. എങ്ങനെ ചോദിച്ചു? 7-ാമത്തെ വചനം എങ്ങനെ ചോദിച്ചത്? എന്തധികാരത്താലാണ് അഥവാ അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? എന്ത് അധികാരത്താലാണ്, ആരുടെ പേരിലാണ്, നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിക്കുന്നത്? അന്നത്തെ കാലത്തിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഇവരോട് ചോദിക്കുകയാണ്, പത്രോസിന്റെയും ബാക്കിയുള്ളവരുടെയും പ്രവർത്തനങ്ങളെ മിഷൻ എങ്ങനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്, അല്ലെങ്കിൽ ആരുടെ നാമത്തിലാണ് ഇവര് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറയുന്നുണ്ട്. 10-ാമത്തെ വചനത്തിൽ അതിന്റെ ഉത്തരം കിടപ്പുണ്ട്. 10-ാമത്തെ വചനം നോക്കാവോ? നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ചു കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അതായത് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നസ്രായനായ യേശുക്രിസ്തുവിന്റെ അധികാരത്താൽ, അവിടുന്ന് കൊടുത്ത അധികാരത്താൽ. നമ്മൾ പറയുന്നുണ്ടല്ലോ, വായിക്കുന്നുണ്ടല്ലോ മത്തായി സുവിശേഷത്തിന്റെ 28-19-20 നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം, പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം കൊടുക്കണം എന്നവിടെ പറയുന്നുണ്ട്. വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സുഖപ്പെടുത്തണം, വചനം പറയണം എന്ന് പറഞ്ഞ അധികാരം കൊടുത്ത് വിടുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അധികാരത്തിലാണ് ബൈ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്. അതാണ് ഇവരുടെ അധികാരം. ആരിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ മിശിഹായിൽ നിന്നാണ്. പൗലോസിന്റെയും പത്രോസിന്റെയും ഒക്കെ മിഷൻ, പ്രത്യേകിച്ച് ഇവിടെ പത്രോസിന്റെ മിഷനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇവിടെ ഇവർ പഠിപ്പിക്കുന്നത്, ഈ പത്രോസിന്റെ മിഷനിലെ പത്രോസ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് 12-ാമത്തെ വചനത്തിലാണ്. എന്താണ് ഇവർ പഠിപ്പിക്കുന്നത്? പ്രധാനമായിട്ടും ഇവരുടെ മിഷന്റെ അകത്ത് പഠിപ്പിക്കണമല്ലോ, എന്താണ് പ്രധാനമായിട്ടും പഠിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ച്. 12-ാമത്തെ വചനം, ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. താങ്ക് യു കേട്ടോ. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. There is salvation in no one else. മറ്റാരിലും ഇല്ല. God has given no other name. വേറെ ഒരു പേര് നൽകിയിട്ടില്ല. ഈ ഭൂമിയിലെ സ്വർഗത്തിന് താഴെ മറ്റൊരു നാമവും ഇല്ല. ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഈശോ മിശിഹായുടേതാണ് എന്നുള്ളതാണ്. അതാണ് ഈ പത്രോസും കൂട്ടരും ഒക്കെ പ്രധാനമായിട്ടും പഠിപ്പിച്ചിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. 23-ാമത്തെ വചനത്തിൽ നമുക്ക് 23-ാമത്തെ വചനം, സമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അതു കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു കേട്ടോ. മതി, താങ്ക് യു. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. കണ്ടോണേ, പത്രോസിന്റെ ഒക്കെ ഒരു പ്രത്യേകത നോക്കിയേ. തങ്ങൾക്ക് പോയ വഴിയിലെ നേരിട്ട കാര്യങ്ങളെ
തന്റെ വീട്ടിൽ വന്നപ്പം, തന്റെ സഭാ സമൂഹത്തിൽ വന്നപ്പം അവരോട് പങ്കുവയ്ക്കുന്ന ഷെയറിങ്, അതാണ് തങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ടതൊക്കെ അവരോട് പങ്കുവയ്ക്കുന്ന ഒരു ശൈലി. അതാണ് പത്രോസിന്റെ മിഷന്റെ മറ്റൊരു പ്രത്യേകത, പങ്കുവയ്ക്കുന്ന ഒരു ശൈലി. അത് തന്റെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും മറ്റെന്തെങ്കിലും ഒക്കെ ആണെങ്കിലും അതെല്ലാം പങ്കുവെക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇനി അവരുടെ വിഷമത്തെ കുറിച്ച് കേട്ടപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അതാണ് ആദിമസഭയുടെ പ്രത്യേകത. 24-ാമത്തെ വചനം പറയുകയാണ്, they raised their voices together to God. അവരുടെ സ്വരം ഉയർത്തി. അതായത് പ്രതിസന്ധിയിലെ, വിഷമങ്ങളില്, നൊമ്പരങ്ങളില് തമ്പുരാനെ സ്തുതിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് പത്രോസും കൂട്ടരും ഒക്കെ തങ്ങളുടെ മിഷനിലെ ആൾക്കാരെ പഠിപ്പിച്ചതും. പ്രതിസന്ധികളില് ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഇത് തന്നെ നമ്മൾ സമാനമായിട്ട് പൗലോസിലും കാണും കേട്ടോ. നമ്മളിപ്പോ പത്രോസിന്റെ മിഷൻ ആദ്യ ഭാഗത്തൊന്ന് ഫോക്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 32-ാമത്തെ വചനം കൂടി ഒന്ന് നമുക്ക് കാണാം. പത്രോസിന്റെ മിഷനിലെ പത്രോസ് പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. 32-ാമത്തെ വചനം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇവിടെ വിശ്വാസികളുടെ സമൂഹം, അതായത് അവിടെയുള്ള ജെറുസലേമിലുള്ള ആൾക്കാരെല്ലാവരും, ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. വൺ ഹാർട്ട് ആൻഡ് വൺ സോൾ. അതായിരുന്നു അവരുടെ പ്രത്യേകത. ഒരേ ഹൃദയം, ഒരേ മനസ്സ്, അങ്ങനെയുള്ള ഒരു ചൈതന്യം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഏർലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. പത്രോസ് തീർച്ചയായിട്ടും ഈ ആൾക്കാരെ തങ്ങളുടെ മിഷനിലൂടെ പ്രോത്സാഹിപ്പിച്ചതും പഠിപ്പിച്ചതും എല്ലാം ഈ ഒരു ശൈലിയിലേക്ക്, വൺ ഹാർട്ട് വൺ സോൾ. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ പ്രൈവറ്റ് ഓണർഷിപ്പ് അങ്ങനെ പ്രത്യേകിച്ച് കാത്തു സൂക്ഷിച്ചിരുന്ന, എല്ലാം പൊതുവായിട്ട് കരുതുന്ന ഒരു ശൈലി അത് അവിടെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളത്. ഷെയറിങ് ഓഫ് എവറിത്തിങ്, എല്ലാം കൊടുക്കുന്ന ഒരു ശൈലിയും ഈ പത്രോസിന്റെ മിഷനില് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാം കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്നാലും കൊടുക്കുന്നെങ്കിൽ നല്ല മനസ്സോടെ, കള്ളത്തരമൊന്നും ഇല്ലാതെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും നമുക്ക് പത്രോസിന്റെ മറ്റൊരു പ്രവർത്തനത്തെ കുറിച്ച് കൂടെ കാണാം. ഇതിനിടയിൽ വീണ്ടും പത്രോസ് തടവറയിലാകുന്നുണ്ട് കേട്ടോ. എങ്കിലും നമുക്ക് പത്രോസിന്റെ വീണ്ടുമുള്ള ഒരു ഇടപെടലിനെ കുറിച്ച് നമുക്ക് കാണാം. അത് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അപ്പസ്തോല പ്രവർത്തനം 6-ാമത്തെ അധ്യായം. ഒന്ന് വായിക്കാവോ ആദ്യത്തെ ഭാഗം? ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രയർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കോറോസ്, നിക്കാനോർ, തീമോർ, ഹെർമാനോസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പൊ ഈ പത്രോസിന്റെ മറ്റൊരു മിഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പത്രോസും മറ്റു അപ്പസ്തോലന്മാരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ മിഷന്റെ ഒരു ഭാഗമാണ്, ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. പത്രോസും ബാക്കി ആൾക്കാരും എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ സഭയില് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വിധവകൾ അവഗണിക്കപ്പെടുന്നു ഭക്ഷണമേശയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ പത്രോസും ബാക്കി എല്ലാ അപ്പസ്തോലന്മാരും കൂടെ കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്തുകയാണ്, നമുക്ക് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കാം. അവരുടെ ഒരു മിഷനായിരുന്നു. ഒരു സഭയെ നയിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇനി അവരെങ്ങനെ ഉള്ളവരായിരിക്കണമെന്ന് നമുക്ക് പത്രോസിന്റെയും മറ്റുള്ളവരുടെയും ഒരു ചിന്തയൊന്ന് കണ്ടു നോക്കാം. അവരെ കുറിച്ച് പറയുകയാണ്, എങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്? സുസമ്മതര്, ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവര്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉള്ളവര്, അങ്ങനെയുള്ളവരെ വേണം എടുക്കാനായിട്ട്. ആദിമസഭയിലെ പത്രോസിന്റെയും
മറ്റുള്ളവരുടെയും ഒക്കെ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കുക. തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ അല്ല അവരെടുക്കുന്നത്, മറിച്ച് men of good standing, അവര് നല്ല വ്യക്തികളായിരിക്കണം, സുസമ്മതരായിരിക്കണം. men of good standing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുസമ്മതര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉള്ള ആളായിരിക്കണം. men full of the spirit, റൂഹ നിറഞ്ഞു നിൽക്കുന്ന ആളായിരിക്കണം. men of wisdom, ജ്ഞാനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ men of faith, നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. ജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ, ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചുള്ള അറിവിനപ്പുറത്ത് ദൈവികമായിട്ടുള്ള ഒരു ജ്ഞാനം ഉള്ള ആളുമായിരിക്കണം. പിന്നെ men of faith, ആ വിശ്വാസം, നല്ല ആഴത്തിലുള്ള വിശ്വാസം, പെരിഫറൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഒരു വിശ്വാസത്തിനപ്പുറത്ത് ആഴത്തില് വിശ്വാസമുള്ള ഒരാളായിരിക്കണം എന്നുകൂടെ വളരെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് പത്രോസിന്റെ മിഷനെ കുറിച്ച് എനിക്ക് പ്രത്യേകമായിട്ട് ഈ വചന ഭാഗങ്ങളുടെ വെളിച്ചത്തിൽ പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ മാത്രമേ പത്രോസിന്റെ കാര്യത്തിൽ ഞാൻ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളത് 10-ാമത്തെ അധ്യായത്തിലാണ്. 10-ാമത്തെ അധ്യായത്തിലോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പത്രോസിന്റെ സഭാസ്മരസനത്തെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 9:32 10-ാമത്തെ അധ്യായത്തില് പത്രോസ് കൊർണേലിയൂസ് എന്ന് പറയുന്ന ഒരു വിജാതീയന്റെ ജീവിതത്തിലെ മാനസാന്തരം വരുത്തുന്ന കാര്യങ്ങൾ കൂടിയാണ് ഉള്ളത്. അത്രയും കാര്യങ്ങളാണ് പൊതുവെ പത്രോസിന്റെ പ്രസംഗവും അല്ലെങ്കിൽ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇനി പത്രോസിന്റെ ഈ പ്രസംഗത്തെ ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകണം. അത് പൗലോസാണ്. പൗലോസ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. നമുക്ക് പൗലോസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് കേട്ടു നോക്കാം. എങ്ങനെയാണ് പൗലോസ് പ്രസംഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ പൗലോസിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം, കാണുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ? പത്രോസിനെയാണോ പൗലോസിനെയാണോ കാണുന്നത്? പത്രോസ് ഈശോയുടെ പടം വെച്ചോ ആണല്ലേ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ കാണാം. സ്ലൈഡ് ഷോയിൽ ഇടുകയാണെങ്കിൽ അത് ഇവിടെ വലുതായിട്ട് കാണാം. ഞാൻ ഇടാം കേട്ടോ. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വലുതായിട്ട് തന്നെയാണോ കാണുന്നത്? അതെ. ഓക്കെ, നമുക്ക് എന്തോ നമുക്ക് പൗലോസിനെ കുറിച്ചാണ് അടുത്തായിട്ട് പറയാനുള്ളത്. പൗലോസിന്റെ മിഷനാണ് അടുത്തത് നമ്മുടെ വിഷയം. പൗലോസിന്റെ മിഷനെ കുറിച്ച് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ വെളിച്ചത്തിൽ പങ്കുവച്ചു. ഇനി പൗലോസ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനിയുള്ള 3 മണിക്കൂർ സമയം നമ്മൾ സംസാരിക്കുന്നത്. പൗലോസിനെ കുറിച്ച് പൊതുവായിട്ട് നമ്മൾ പറയും, അദ്ദേഹം വിജാതീയരുടെ അപ്പസ്തോലനാണ് എന്നുള്ളതിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. വിജാതീയരുടെ അപ്പസ്തോലനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വിജാതീയരുടെ അപ്പസ്തോലന് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. അദ്ദേഹം കൂടുതലായിട്ട് ശുശ്രൂഷ ചെയ്തത് വിജാതീയരുടെ അടുക്കലായതുകൊണ്ടാണ്. വിജാതീയരുടെ അടുക്കൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായിരുന്നു പൗലോസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാലോ, അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ശുശ്രൂഷകൾ ചെയ്തിരുന്നത് 2 ഇടങ്ങളിലാണ്. അത് യഹൂദരുടെ ഇടയിലും അതുപോലെ തന്നെ വിജാതീയരുടെ ഇടയിലും. പൗലോസ് വിജാതീയരുടെ ഇടയില്, പത്രോസ് യഹൂദരുടെ ഇടയിലാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. സ്ക്രീൻ മാറിയിട്ടില്ല അല്ലേ? ഇല്ല, ഉണ്ട്. ഇപ്പോൾ എന്താ കാണുന്നത്? ജ്യൂസ് ആൻഡ് ജെന്റൈൽസ് എന്നാണോ? അല്ലല്ല, ആദ്യത്തെ പൗലോസിന്റെ അത് വെച്ചാൽ സ്ലൈഡ് ഷോയിലായിട്ടില്ല, അതുകൊണ്ടാണ് മാറാത്തത്. ജ്യൂസ് ആൻഡ് ജെന്റൈൽസ് ഇപ്പം കണ്ട്. ഒറ്റ നിമിഷം കേട്ടോ, ഞാൻ ഒന്ന് ക്രമീകരിച്ചോട്ടെ.
ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. ഉണ്ട്. ഓക്കെ, നമ്മൾ പറയുന്നത് രണ്ട് കൂട്ടരെ കുറിച്ചാണ്, യഹൂദരും വിജാതീയരും. പൗലോസ്ലിഹായുടെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ വിജാതീയ ഇടങ്ങളിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13-ാമത്തെ അധ്യായത്തിന് 47-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 13-ാമത്തെ അധ്യായത്തിന്റെ 47-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 13:47. ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിക്കുന്നതിന് വിജാതിയർക്ക് ഒരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. താങ്ക് യു കേട്ടോ. പൗലോസ്ലിഹയെ കുറിച്ച് പറയുകയാണ്, വിജാതിയർക്ക് ഒരു ദൈവമായിട്ട് നീ മാറണം, എ ലൈറ്റ് ഫോർ ദ ജെന്റൈൽസ്. പൗലോസിന്റെ മിഷൻ എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വിജാതിയർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അദ്ദേഹം വിജാതീയ ദേശങ്ങളിലേക്ക് പോയി വിജാതിയരോട് സംസാരിച്ചു, വിജാതിയർക്ക് വേണ്ടിയിട്ട് എഴുതി. ഞാൻ ചിത്രത്തിൽ കാണിക്കുന്നത് ഒരുപാട് വിജാതീയ ദേശങ്ങളാണ്. നിങ്ങൾക്ക് ആ ദേശങ്ങൾ കാണാം. ചിത്രത്തില് റോമായുണ്ട്, ഫിലിപ്പി ഉണ്ട്, തെസലോനിക്ക ഉണ്ട്, എഫേസോസ് ഉണ്ട്, കോറിന്ത് ഉണ്ട്, കൊളോസോസ് ഉണ്ട്, ഗലാത്തിയ, താർസൂസ്, അന്ത്യോക്ക്, ദമാസ്കസ്, ജെറുസലേം, ഈ ഇടങ്ങളിലെല്ലാം അദ്ദേഹം പോയി. അവിടെ എല്ലാം വചനം പ്രസംഗിച്ചു, അവർക്കെല്ലാം കത്തുകൾ അയച്ചു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ പ്രധാനമായിട്ടും വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നതിനുള്ള കാരണം. വീണ്ടും പൗലോസിനെ കുറിച്ച് പറഞ്ഞാല് റോമാലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? റോമാലേഖനം 1:1. റോമാലേഖനം 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. പൗലോസ് ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശേഷണമാണ്. പൗലോസ് പറയാണ്, സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാണ്. ഞാൻ യേശുക്രിസ്തു അല്ല, യേശുക്രിസ്തുവിന്റെ ദാസനാണ്. അതാണ് ഈ പൗലോസിന്റെ മിഷന്റെ അകത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് എപ്പോഴും പറയും, ഐ എം സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ ദാസനാണ്. ഞാൻ മാസ്റ്റർ അല്ല, എന്റെ മാസ്റ്റർ ജീസസ് ക്രൈസ്റ്റ് ആണ്, ഈശോ മിശിഹായാണ്. ഞാൻ സെർവന്റ് മാത്രമാണ്. വീണ്ടും ഈ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അപ്പസ്തോലനാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അത് പൗലോസിന്റെ ഒരു പ്രത്യേകതയാണ്. താൻ അപ്പസ്തോലനാണ് എന്ന് ഒരുപാട് ഇടങ്ങളിൽ അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. താൻ അപ്പസ്തോലനാണ്. അപ്പസ്തോലൻ ആണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയാലോ, 12 അപ്പസ്തോലന്മാരെ പ്രത്യേകമായിട്ട് ജീസസ് ഈശോ മിശിഹായെ തെരഞ്ഞെടുത്തായിരുന്നു. പക്ഷെ ഈ പൗലോസിനെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തിട്ടുമില്ല, അയച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ അപ്പസ്തോലൻ എന്ന് വിളിക്കാൻ പറ്റുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പോരാത്തന്നെ പൗലോസ് പലയിടത്തും കത്തുകൾ അയക്കുമ്പോൾ റോമ 1:1, 1 കോറിന്തോസ് 1:1, 2 കോറിന്തോസ് 1:1, ഗലാത്യ 1:1 തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ അപ്പസ്തോലനാണ്. അപ്പോസ്തലോസ്, ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹം അപ്പോസ്തലോസ്. അതെങ്ങനെയാണ് ശരിയാകുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യം. എങ്ങനെയാണ് ഈ പൗലോസിന് അപ്പസ്തോലനാണ് എന്ന് പറയാൻ സാധിക്കുക? നമുക്ക് ആദ്യം ആ വാക്കിന്റെ അർത്ഥത്തെ ഒന്ന് മനസ്സിലാക്കാം. അർത്ഥം അപ്പോസ്തൽ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലോസ്, അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. പൗലോസ് ഈശോ മിശിഹായിൽ എപ്പോഴെങ്കിലും അയക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമുക്ക് അപ്പസ്തോലൻ എന്ന് വിളിക്കാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പരസ്യ ജീവിതകാലത്ത് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. ഈശോ പൗലോസിനെ കണ്ടുമുട്ടിയിട്ടില്ല, ഒരിക്കൽ പോലും അയച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അയക്കപ്പെട്ടവനാകുന്നത്? അത് വ്യക്തമാകാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 9:6 ഒന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനം 9:6 ഒന്ന് വായിക്കാവോ? ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല, അബ്രഹാത്തിന്റെ സന്തതികളായതുകൊണ്ട്. അപ്പസ്തോല പ്രവർത്തനം 9:6. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. ഓക്കെ, താങ്ക് യു. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ ഞാൻ അറിയിക്കും. ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ഈശോ സാവൂളിനോട് ദമാസ്കസിലേക്കുള്ള മാർഗമധ്യേ അവൻ വീണ് കിടന്നപ്പോൾ അരുളി ചെയ്തു. വീണ് കിടക്കുന്ന സാവൂളിനോട് ആര് പറഞ്ഞു? ഈശോ പറഞ്ഞു. എന്തു പറഞ്ഞു? എഴുന്നേൽക്കുക, നഗരത്തിലേക്ക് പോവുക, എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈശോ അയച്ചോ? ഈശോ സാവൂളിനെ അയച്ചോ? അയച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും, ഉദ്ധിതനായ ഈശോ മിശിഹായാൽ
അയക്കപ്പെട്ടവനാണ് പൗലോസ്. മറ്റ് അപ്പസ്തലന്മാരെ കുറിച്ച് പറയും ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഈശോയാണ് അയച്ചത്. പൗലോസിനെ കുറിച്ച് പറയും ഉദ്ധിതനായ ഈശോയുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗത്താൽ അയക്കപ്പെട്ടവനാണ് ഈ പൗലോസ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും നമുക്ക് അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നതിൽ തടസ്സമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തടസ്സമൊന്നുമില്ല. അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, സെറ്റ് അപ്പാർട്ട്. റോമാലേഖനത്തിന്റെ 1:1 വെളിച്ചത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സെറ്റ് അപ്പാർട്ട്, മാറ്റി നിർത്തപ്പെട്ടവനാണ്, പ്രത്യേകമായിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഈ പൗലോസിന്റെ മിഷനെ കുറിച്ച് പറയും അദ്ദേഹം അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ടു, മാറ്റി നിർത്തപ്പെട്ടു. അപ്പസ്തോല പ്രവർത്തനം 13:2 ഒന്ന് വായിക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 13:2. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സൗളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. സെറ്റ് അപ്പാർട്ട് ഫോർ മീ ബാർണബാസ് ആൻഡ് സൗൾ. അവരെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തണം. വീണ്ടും ഗലാത്യ ലേഖനം 1:15 എന്ന് വായിക്കാവോ? ഗലാത്യ ലേഖനം 1:15. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം. എന്നാൽ ഞാൻ മാതാവിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു. തന്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് തന്നെ തിരഞ്ഞെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് സെറ്റ് അപ്പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പൗലോസിന്റെ മിഷന്റെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ളതാണ്. ഞാൻ അപ്പസ്തോലനാണ്, അതായത് അയക്കപ്പെട്ടവനാണ്, എന്റെ മാസ്റ്റർ ഈശോ മിശിഹായാണ്, ഞാൻ അവന്റെ അടിമയാണ്, ശുശ്രൂഷകനാണ്, ഞാൻ പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ടവനാണ്, മാറ്റി നിർത്തപ്പെട്ടവനാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ശുശ്രൂഷയായിരുന്നു ഈ പൗലോസിന് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും. വീണ്ടും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇത് പൗലോസിന്റെ ഈ മിഷൻ യാത്രയുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് കേട്ടോ. ഇസ്രായേല്, ലെബനോൻ, സിറിയ, ടർക്കി, ഗ്രീസ്, ഇറ്റലി തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ യാത്ര പ്രധാനമായിട്ടും നടത്തുന്നത്. അദ്ദേഹത്തിന്റെ മിഷൻ എന്ന് പറയുമ്പോൾ ഈ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകളാണ്. ഈ സ്ഥലങ്ങളിൽ കൂടെ പോയി ദൈവവചനം പ്രസംഗിക്കും, സൗഖ്യം കൊടുക്കും, ചില സമയത്ത് ഭൂതോച്ചാടനം നടത്തും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമുക്ക് സമയം കിട്ടുന്നത് പോലെ അതിനെക്കുറിച്ച് അല്പമായിട്ട് പറയുകയും ചെയ്യാം. പിന്നെ ഈ അദ്ദേഹത്തിന്റെ മിഷനെ കുറിച്ച് പറഞ്ഞാല് 1-2 കാര്യങ്ങൾ പ്രത്യേകം പറയാനുള്ളത്, ഈ പൗലോസ് നല്ല പ്രഗത്ഭനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം നല്ലതുപോലെ പഠിച്ച ആളാണ്. അവന്റെ ഈ മിഷന്റെ അകത്ത് ഇത്രയും നല്ല ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതിന് കാരണം നല്ലതുപോലെ വചനം പഠിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ സാവൂളിന്റെ, പൗലോസിന്റെ പ്രത്യേകത. അവന്റെ മിഷൻ ഇത്രമാത്രം സക്സസ്ഫുൾ ആവാനുള്ള കാരണം വചനത്തെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. വചനം അറിഞ്ഞിരുന്നു. അതാണ് ഈ സാവൂളിന്റെ, പൗലോസിന്റെ മിഷന്റെ പ്രത്യേകത. അപ്പസ്തോല പ്രവർത്തനം 22:3. അപ്പസ്തോല പ്രവർത്തനം 22:3 ഒന്ന് വായിക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 22:3. അവൻ പറഞ്ഞു, ഞാൻ ഒരു യഹൂദനാണ്, കിലിക്കിയയിലെ താർസോസിൽ ജനിച്ചു, എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്. ഗമാലിയേലിന്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കഷ്ടമായ ശിക്ഷണം ഞാൻ നേടി. താങ്ക് യു. പൗലോസ് പറയുകയാണ്, പ്രസംഗത്തിൽ പറയുകയാണ്, ഞാന് ഈ നഗരത്തിലാണ്, ഈ നഗരം എന്ന് പറയുന്നത് ജെറുസലേമിലാണ്. ഇപ്പം ഈ പ്രസംഗം നടക്കുന്നത് ജെറുസലേമിലാണ്. അതുകൊണ്ട് പറയാണ് ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്. അണ്ട് ഞാൻ പഠിച്ചത് എവിടെയാ? അറ്റ് ദ ഫീറ്റ് ഓഫ് ഗമാലിയൽ. ഗമാലിയൽ എന്ന വലിയ ഗുരുവിന്റെ കീഴിലാണ് പഠിച്ചത്. എന്താ പഠിച്ചത്? അൻസെസ്ട്രൽ ലോ എന്ന് പറഞ്ഞാൽ തോറ, പിതാക്കന്മാരുടെ നിയമം, പഞ്ചഗ്രന്ഥിയാണ് പഠിച്ചത്, പെന്ററ്റുക്കാ പഠിച്ചത്. അത് നല്ലതുപോലെ വചനം പഠിച്ചു എന്നുള്ളതാണ്. ഈ മിഷന് ശക്തിയായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പഠനമാണ്. പഴയ നിയമത്തെക്കുറിച്ചുള്ള നല്ല പഠനം അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, പൗലോസ്ലിഹ ഏൻഷ്യന്റ് ഗ്രീക്ക് സ്കൂളിൽ തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരുപാട് തത്വചിന്തകന്മാരൊക്കെ ഉള്ള അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോയുടെ ഒക്കെ കാലഘട്ടങ്ങളിൽ ആ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ വളർച്ച ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫിയും ഗ്രീക്ക് റെട്ടറിക്കും ഒക്കെ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിന്റെ ഈ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വചനവും നന്നായിട്ട് പഠിച്ചു, ബാക്കിയുള്ള അറിവുകൾ നല്ലതുപോലെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വീണ്ടും ഈ പൗലോസിന്റെ മിഷനെ കുറിച്ച് പറഞ്ഞാല്, അദ്ദേഹത്തിന്റെ ഈ മിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാലോ,
ആദ്യം കുറച്ചു കാലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഡാർക്ക് ഏജ് ഉണ്ടായിരുന്നു. ഡാർക്ക് ഏജ് എന്തായിരുന്നു എന്ന് ചോദിച്ചാല് അത് പ്രത്യേകിച്ച് ആ ക്രിസ്തു മാർഗത്തിൽ ചരിക്കുന്നവരെ പിടിച്ചു കെട്ടാൻ പോകുന്ന മതവർത്തകനായിരിക്കുന്ന ഒരു സാവൂളിന്റെ ഒരു ഫേസ് ഉണ്ട്. എന്തായാലും അതിൽ നിന്നും ഒക്കെ മാറ്റം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 3 തുടങ്ങിയുള്ള വചനങ്ങളിലാണല്ലോ. അദ്ദേഹം ദമാസ്കസിലേക്ക് അധികാരപത്രങ്ങളും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു എന്നാണ് പറയുന്നത്. ആകാശത്ത് നിന്നും ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. ആ ഒരു കാര്യം മാത്രം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എ ലൈറ്റ് ഫ്രം ഹെവൻ ഫ്ലാഷ്ഡ് അറൗണ്ട് ഹിം. ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. ഈ പൗലോസിന്റെ മിഷന് ഇത്രയും ശക്തി കിട്ടാൻ കാരണം ഒരു മിന്നലൊളിയാണ്. ഇടിമിന്നലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഈ മിന്നലൊളി എന്ന് പറയുന്നത് പ്രകാശമാണ്. ലൈറ്റ് ഫ്രം ഹെവൻ. പ്രകാശം ഈശോ മിശിഹായാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ലോകത്തിന്റെ പ്രകാശം ഈശോ മിശിഹായാണ്. ഈ ഈശോ മിശിഹ ഈ പൗലോസിന്റെ മേല്, സാവൂളിന്റെ മേല് വന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനം നടത്താനായിട്ട് സാധിച്ചത്. ഒരു ജീസസ് എൻകൗണ്ടർ എന്നതിനെ പറയാം. എ ജീസസ് എൻകൗണ്ടർ. ഈശോ മിശിഹായെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. മിഷൻ പ്രവർത്തനങ്ങൾക്ക് ശക്തി കിട്ടണമെന്നുണ്ട് എങ്കിൽ ഈശോ മിശിഹായെ കണ്ടെത്തണം, കണ്ടുമുട്ടണം. അതാണ് പ്രധാനമായിട്ടും ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കണ്ടുമുട്ടല് അദ്ദേഹത്തെ നല്ലതുപോലെ പ്രവർത്തിക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മറ്റൊരു കാര്യം ഉള്ളത്, ഈ മിഷൻ പ്രവർത്തനത്തിന് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹം സ്വീകരിച്ചിരുന്ന ബാപ്റ്റിസവും അനോയിന്റിങ്ങുമാണ്. പരിശുദ്ധ റൂഹായാൽ നിറഞ്ഞു എന്നുള്ളതാണ്. മാമോദിസ സ്വീകരിച്ചു, കൈവെപ്പിന്റെ ശുശ്രൂഷ സ്വീകരിച്ചു. അങ്ങനെ അഭിഷേകത്തോടു കൂടെ ഈ ശുശ്രൂഷ അദ്ദേഹം നടത്തി. പൗലോസിന്റെ മിഷന്റെ പ്രത്യേകത അതായിരുന്നു. അഭിഷേകത്തിന്റെ ശുശ്രൂഷയായിരുന്നു അത്. അഭിഷേകത്തിന്റെ യാത്രയായിരുന്നു. വചനം പറയുന്നത് അഭിഷേകത്തോടു കൂടെയാണ്. റൂഹായുടെ നിവാസം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കും. ഇനി അദ്ദേഹം എങ്ങനെ വചനം പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് വചനം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തോടെ അദ്ദേഹം പ്രസംഗിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ധൈര്യത്തോടെ പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? അദ്ദേഹം പ്രസംഗിക്കുന്നത് ജീസസ് ഈ സൺ ഓഫ് ഗോഡ്, ഈശോ മിശിഹായാണ് എന്നുള്ളതിനെ കുറിച്ച്, ദൈവപുത്രനാണ്, ഈശോ മിശിഹായാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഈ പൗലോസ് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ മിഷന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങൾ എന്തൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ പറയും പൗലോസ് പ്രധാനമായിട്ടും പ്രസംഗിച്ചത് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗാഡ്, ഈശോ ദൈവപുത്രനാണ്. ജീസസ് ഈസ് മെസ്സയ അല്ലെങ്കിൽ ക്രൈസ്റ്റ്, ഈശോ മിശിഹായാണ് അല്ലെങ്കിൽ ക്രിസ്തുവാണ്. ജീസസ് ഈസ് റിസൺ, ഈശോ ഉത്ഥാനം ചെയ്തു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അദ്ദേഹം പ്രസംഗങ്ങളിൽ പറയുന്നുണ്ട്. പൗലോസിന്റെ മിഷന്റെ ഉള്ളടക്കങ്ങൾ ധാരാളം വേറെ ഉണ്ട് കേട്ടോ. ദൈവശാസ്ത്രപരമായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സഭാപരമായിട്ട് സംസാരിക്കുന്നുണ്ട്, പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായിട്ട് സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ത്രിത്വാത്മകമായിട്ട് ചില ഇടങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. ഈശോ മിശിഹായെ കുറിച്ച് ക്രിസ്തു വിജ്ഞാനീയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, ധാർമ്മിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. എങ്കിലും ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ പ്രധാന പ്രസംഗങ്ങളുടെ എല്ലാം ഉള്ളടക്കം എന്തായിരുന്നു ചോദിച്ചാൽ ഇതായിരുന്നു: ജീസസ് ഈസ് സൺ ഓഫ് ഗാഡ്, ജീസസ് ഈസ് മെസ്സയ, ജീസസ് ഈസ് റിസൺ, ഉദ്ധാനം ചെയ്തു, ഈശോ മിശിഹായാണ്, ഈശോ ദൈവപുത്രനാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ എല്ലാം ഉള്ളടക്കം. ഇനി അദ്ദേഹം എങ്ങനെ പ്രസംഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ധൈര്യത്തോടെ പ്രസംഗിച്ചു, ഒട്ടും പേടിക്കാതെ ധൈര്യത്തോടെ പ്രസംഗിച്ചു എന്ന് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. വീണ്ടും ഈ പത്രോസിന് ഉണ്ടായിരുന്നത് പോലെ തന്നെ പൗലോസിന്റെ ജീവിതത്തിലും ധാരാളം സഫറിങ്സ് ഉണ്ടാകേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 23-25 വചനങ്ങൾ ഒന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 9-ാമത്തെ അധ്യായത്തിന്റെ 23-25. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി. അത് സാവൂളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിലിരുത്തി മതിലിന്റെ മുകളിലൂടെ താഴെ ഇറക്കി. താങ്ക് യു. യഹൂദന്മാരെ പൗലോസിനെ വകവരുത്തണമെന്നുള്ള വലിയ ചിന്തയോട് കൂടെയായിരുന്നു നടന്നിരുന്നത്. അവർക്ക് മനസ്സിലായി യഹൂദനായിരുന്ന പൗലോസ്, സാവൂള് ഇപ്പോൾ യഹൂദ ക്രിസ്ത്യാനിയായിട്ട് മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപാട് യഹൂദന്മാര് വീണ്ടും ക്രിസ്തു മതത്തിലേക്ക്, ഈശോയുടെ മാർഗത്തിലേക്ക് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന പൗലോസിനെ വകവരുത്തുന്നതാണ്
നല്ലത് എന്ന് യഹൂദന്മാര് ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ വായിച്ചത് 23-ാമത്തെ വചനത്തിൽ ജ്യൂസ് പ്ലോട്ടഡ് ടു കിൽ ഹിം, അവനെ വധിക്കാനായിട്ട് അവർ ഗൂഢാലോചന ചെയ്യുകയാണ്. പക്ഷേ അവിടെ നിന്നും പൗലോസ് രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പൗലോസിന്റെ മറ്റൊരു പ്രത്യേകത, പൗലോസ് തന്റെ മിഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നില് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല്, അദ്ദേഹം 3 വർഷക്കാലത്തേക്ക് ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ പൗലോസ്ലിഹയുടെ നൊവീഷ്യേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം 17-18 വചനങ്ങൾ എന്ന് വായിക്കാവോ? മാനസാന്തരപ്പെട്ട പൗലോസ് എന്ത് ചെയ്തു എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മിഷൻ പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നില് എങ്ങനെയാണ് അദ്ദേഹം മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. ഗലാത്യ 1:17-18. എനിക്ക് മുമ്പേ അപ്പസ്തലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല. മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 3 വർഷത്തിനു ശേഷം കേപ്പായെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയി. അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു കേട്ടോ. ഈ മാനസാന്തരം എന്ന പൗലോസ്ലിഹ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ് കേട്ടോ ഇവിടെ. അദ്ദേഹം ഉടനെ തന്നെ ബാക്കി അപ്പസ്തലന്മാരുടെ അടുത്തോട്ട് പോവുകയും വചനപ്രഘോഷണത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അദ്ദേഹം തന്നെ, പൗലോസ്ലിഹ തന്നെ ഗലാത്യക്കാർക്ക് എഴുതുന്ന ലേഖനത്തിന് 1:17 പറയുകയാണ്, ഐ ഡിഡ് നോട്ട് ഗോ ടു ജെറുസലേം ടു സീ ദോസ് ഹു വെയർ അപ്പോസ്റ്റൽസ് ബിഫോർ ഐ വാസ്. എനിക്ക് മുന്നേ അപ്പസ്തലന്മാരായിരുന്നവരെ കാണാനായിട്ട് ഞാൻ പോയില്ല ജെറുസലേമിന്. പിന്നെ എങ്ങോട്ട് പോയി? ബട്ട് ഐ വെന്റ് ടു അറേബ്യ. ഞാന് അറേബ്യയിലേക്ക് പോയി എന്നുള്ളതാണ്. അറേബ്യയിലെ കൃത്യ സ്ഥലം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല, എങ്കിലും അദ്ദേഹം അറേബ്യയിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ദമാസ്കസിന്റെ താഴെ ഭാഗത്തുള്ള അറേബ്യൻ പ്രദേശം. അത് ഏത് സ്ഥലമാണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അറേബ്യൻ പ്രദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അവിടെ എത്ര നാള് ചെലവഴിച്ചു? 3 വർഷക്കാലം ചെലവഴിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. 3 വർഷക്കാലം ചെലവഴിച്ചു. അങ്ങനെ 3 വർഷക്കാലം അവിടെ എന്തെടുക്കുമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ അദ്ദേഹം ആ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് പ്രിപ്പറേഷൻ, ഒരുക്കത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. ഈശോയുടെ നമ്മുടെ അപ്പസ്തലന്മാരെല്ലാവരും അവരെ 3 വർഷക്കാലം ഈശോയുടെ കൂടത്തില് ഒരു ഒരുക്കം നടത്തി, ഇല്ലേ? ജീസസിന്റെ കൂടെ നടന്ന്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പറയും, അറേബ്യൻ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആദിമ സഭാ സമൂഹങ്ങളില് അദ്ദേഹം ആയിരിക്കുകയും അവിടെ നിന്ന് അവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അവരോട് കൂടെ താമസിച്ചുകൊണ്ട് പഠിക്കുകയും ചെയ്തു. ഒരു നൊവീഷ്യേറ്റ് പീരീഡ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പൊ അങ്ങനെ ഒരു ശുശ്രൂഷ പ്രവർത്തനത്തിന്റെ കാലഘട്ടം, ഒരുക്കത്തിന്റെ കാലഘട്ടം പൗലോസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനത്തിന് കൂടുതൽ അറിവ് കൊടുത്തത്. കാര്യങ്ങൾ കൃത്യമായിട്ട് ആദിമസഭയുടെ രീതികളെ കുറിച്ച്, ഈശോയെ കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കി പ്രസംഗിക്കാനായിട്ട് അദ്ദേഹത്തിന് ആ ഒരു പീരീഡ് ഓഫ് പ്രിപ്പറേഷൻ, ഒരു സെമിനാരി കാലഘട്ടം എന്ന് വേണമെങ്കിൽ പോലും പറയാം, അങ്ങനെ ഒരു കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് പൗലോസിന്റെ മിഷനറി യാത്രകളെ കുറിച്ചാണ്. അതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം, മിഷൻ ഓഫ് പോൾ. പൗലോസിന്റെ മിഷനറി യാത്രകൾ 3 മിഷനറി യാത്രകളാണ് പ്രധാനമായിട്ടും അദ്ദേഹം നടത്തിയതെന്നാണ് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മളുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ പുസ്തകം എന്ന് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനമാണല്ലോ. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പൗലോസ് 3 മിഷനറി യാത്രകളാണ് നടത്തിയത്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരയിൽ കൂടെ പോകുമ്പോൾ കുതിരപ്പുറത്തും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കപ്പലിലുമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു യാത്രകളാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങള് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. എന്നിരുന്നാലും പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര എന്ന് പറയുന്നത് AD 46-48 കാലഘട്ടത്തിലാണ്. അത് വിശദീകരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 13:1 തുടങ്ങി 14:28 വരെയുള്ള വചനഭാഗത്താണ്. AD 46-48, ആക്ട്സ് 13:1-14:28. രണ്ടാമത്തെ മിഷണറി യാത്ര എപ്പോഴായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ AD 50-52 കാലഘട്ടങ്ങൾ എന്നാണ് പറയുന്നത്. അത് വിശദീകരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 15:36, 18:22 വരെയുള്ള വചനഭാഗത്താണ്. തേർഡ് മിഷണറി യാത്ര എന്ന് പറഞ്ഞാൽ AD 53 തുടങ്ങി 58 വരെ, ഇപ്പൊ നീണ്ട 5-6 വർഷ കാലഘട്ടങ്ങളാണ്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 18-23 തുടങ്ങി 20-38 വരെയുള്ള വചനഭാഗത്ത് അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ 3 മിഷൻ യാത്രകളാണ് പൗലോസിന് ഉള്ളതെന്നാണ് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ വെളിച്ചത്തിലാണ്. അദ്ദേഹം അത് കൂടുതൽ തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട്. ഒരു 3 സർക്കുലർ ജേർണി എന്ന് പറയും, റൗണ്ട് ട്രിപ്പാണ്. പോയി കറങ്ങി തിരിച്ചു വരും. അന്ത്യോക്യയിൽ നിന്ന് ആരംഭിച്ച് കറങ്ങി തിരിച്ച് ജെറുസലേം വഴി വരുന്ന ഒരു യാത്രയാണ് ഇദ്ദേഹം ക്രമീകരിച്ചിരുന്നത്. അങ്ങനെയാണ് ലൂക്കാ സുവിശേഷകൻ ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നത്. ഒരു 3 ജേർണീസ്, 3 യാത്രകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു.
ഇവിടെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. AD 49 അദ്ദേഹം എവിടെ പോയി? ആദ്യം നമ്മുടെ ആദ്യത്തെ സൂനകദോസിന് പങ്കെടുക്കാൻ അദ്ദേഹം പോയിരുന്നു എന്നാണ് ആ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്. AD 49, 50 കാലഘട്ടങ്ങളിലാണല്ലോ ജെറുസലേം സൂനകദോസിനെ കുറിച്ച് പറയുന്നത്. അത് നമ്മൾ കാണും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനം എന്ന്. നമുക്ക് പൗലോസിന്റെ മിഷൻ യാത്രയുടെ ഒന്നാമത്തെ കാലഘട്ടത്തിലേക്ക് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിലെ ചിത്രത്തിലെ കാണാം. അദ്ദേഹം അന്ത്യോക്യയിൽ നിന്നും യാത്ര പുറപ്പെട്ട് സൈപ്രസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് വഴി അനത്തോലിയ എന്ന് പറയുന്ന നമ്മുടെ തുർക്കിയുടെ ഭാഗത്തൂടെ യാത്ര ചെയ്താണ് ആദ്യത്തെ മിഷണറി യാത്ര നടത്തുന്നത്. നല്ല രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, അതുകൂടാതെ തന്നെ പല തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചിലരുടെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്, ചിലരെ നല്ല ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഈ യാത്രകളിൽ. എല്ലാ സമയവും അത് സന്തോഷകരമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒരുപാട് സാഹചര്യങ്ങളിലെ പ്രതിസന്ധികള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് റൗണ്ട് ജേർണി ഇതിലെയാണ്. അന്ത്യോക്യയിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹം സെലൂക്യയിൽ വന്ന് അവിടെ നിന്ന് സൈപ്രസ് ദ്വീപിൽ വന്നു. അവിടെ നിന്ന് വീണ്ടും തുർക്കിയുടെ പ്രദേശങ്ങളിലേക്ക്, ഗലാത്തിയ പ്രദേശമാണിത്, അതിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒന്നാമത്തെ യാത്ര കഴിഞ്ഞ്, ഒന്നാമത്തെ യാത്രയിൽ ഈ പൗലോസ് നമ്മൾ പറഞ്ഞല്ലോ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ മിനിസ്ട്രി ഓഫ് വേർഡും ഉണ്ട്, മിനിസ്ട്രി ഓഫ് ഹീലിംഗും ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഹീലിംഗിനെ കുറിച്ചും മിനിസ്ട്രി ഓഫ് വേർഡിനെ കുറിച്ചും ഒരു വാക്ക്. പൗലോസിന്റെ മിനിസ്ട്രി ഓഫ് വേർഡ് എന്ന് പറയുന്നത് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. പൗലോസ് വളരെ ധൈര്യത്തോടു കൂടെ പ്രസംഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് വേർഡിന്റെ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത്, ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പൗലോസ് പോകുന്ന ഇടങ്ങളിലെല്ലാം പ്രസംഗിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അത് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 13-ാമത്തെ അധ്യായത്തിലാണ്. 12-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ സംഭവം കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിന്റെ പ്രബോധനത്തെ കുറിച്ച് അത്ഭുതപ്പെട്ടു. കർത്താവിന്റെ പ്രബോധനത്തെ കുറിച്ച് അത്ഭുതപ്പെട്ടു. ഈ മിനിസ്ട്രി ഓഫ് വേർഡ് ആരാ കൊടുത്തത്? പൗലോസാ കൊടുത്തത്. സൈപ്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് പാഫോസിലെ ഒരു ദ്വീപിൽ ചെന്നപ്പോൾ അവിടെ വചനം പ്രസംഗിച്ചു. ഇനി സൗഖ്യത്തിന്റെ ശുശ്രൂഷ ചെയ്തോ? തീർച്ചയായിട്ടും അദ്ദേഹം സൗഖ്യത്തിന്റെ ശുശ്രൂഷ നടത്തി എന്നാണ്. സൗഖ്യത്തിന്റെ ശുശ്രൂഷ നടത്തുന്നത് 14-ാമത്തെ അധ്യായത്തിലാണ്. 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും. 14-ന്റെ 8-12 ഒന്ന് വായിക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 14:8. സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിലുണ്ടായിരുന്നു. ജന്മന മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് ലിസ്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് താഴെ ഒരാൾ ഇരിക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ പൗലോസിന് മനസ്സിലായി അവന് സൗഖ്യം പ്രാപിക്കുന്നതൊക്കെ വിശ്വാസം ഉണ്ടെന്ന്. ഉടനെ തന്നെ പൗലോസ് അവനോട് പറയുകയാണ്, എഴുന്നേൽക്കുക, കാലുറപ്പിച്ച് നിൽക്കുക, സൗഖ്യത്തിന്റെ ശുശ്രൂഷയാണ്. ഇവിടെ എന്തായിരിക്കും ഹീലിംഗ് ഫോർമുല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പത്രോസ് സ്ലീഹാ കൊടുക്കുന്ന ഹീലിംഗ് ഫോർമുല തന്നെയായിരിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്, എഴുന്നേറ്റ് നിൽക്കുക. സ്റ്റാൻഡപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്, നസ്രായനായ യേശു മിശിഹായുടെ നാമത്തിൽ. അതാണ് പൊതുവെ ഉള്ള ഒരു ഹീലിംഗിന്റെ ഫോർമുല. അത് തന്നെയായിരിക്കും അദ്ദേഹം ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഏതാണ്ട് കൃത്യം പരാമർശിച്ചിട്ടില്ല എങ്കിൽ പോലും പിന്നീട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് രക്ഷാരുടെ നാമത്തിലാണ് ചോദിക്കുമ്പോൾ യേശു മിശിഹായുടെ നാമത്തിലാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൗഖ്യം അദ്ദേഹം ഈ ഹീലിംഗ് ഫോർമുലയിൽ തന്നെ ആയിരിക്കണം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ മിനിസ്ട്രി ഓഫ് ഹീലിംഗ്. തൊട്ട് മുമ്പ് നമ്മൾ മിനിസ്ട്രി ഓഫ് വേർഡ് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒന്നാമത്തെ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ വലിയൊരു പ്രശ്നം സഭയിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് നമുക്ക് AD 49-50 കാലഘട്ടത്തിൽ നടക്കുന്ന ജെറുസലേം സൂനഹദോസിനെ കുറിച്ചാണ്. ഈ ജെറുസലേം സൂനഹദോസിന് കാരണക്കാരനായ വ്യക്തികളിൽ ഒരാൾ പൗലോസ് ആണ്. അദ്ദേഹത്തിന്റെ മിഷന്റെ ഇടയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൗൺസിലാണ്. എന്തായിരുന്നു ഇതിന്റെ വിഷയം എന്ന് ചോദിച്ചാല് നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒരു വിഷയമാണ്, പരിച്ഛേദനമാണ്, സർക്കംസിഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, യഹൂദന്മാരുടെ ഇടയിലെ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ 8-ാം പക്കം ആ കുഞ്ഞിനെ പരിച്ഛേദനം ചെയ്യണം, സർക്കംസിഷൻ. അറ്റംകണ്ടിക്കൽ ഒരു ശുശ്രൂഷയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിച്ഛേദനത്തിന്റെ ഒരു സമയം ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ ഒന്ന് വായിക്കാമോ? യൂദയായിൽ നിന്ന് ചിലർ അവിടെ വന്നു. മോശയുടെ നിയമം അനുസരിച്ച് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പക്ഷം രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല എന്ന് സഹോദരരെ പഠിപ്പിച്ചു. പൗലോസും ബർന്നബാസും അവരോട് വിയോജിക്കുകയും വിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തന്മൂലം ജെറുസലേമിൽ ചെന്ന്
അപ്പസ്തലന്മാരും ശ്രേഷ്ഠന്മാരുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ പൗലോസും ബാർണബാസും അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ചിലരും നിയോഗിക്കപ്പെട്ടു. സഭയുടെ താങ്ക് യു കേട്ടോ. ഈ ജെറുസലേം സുനഹദോസ് നടക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് ചോദിച്ചാല്, യഹൂദ ക്രിസ്ത്യാനികൾ പരിച്ഛേദനം ചെയ്തവരാണ്, പരിച്ഛേദനത്തിലൂടെയാണ് രക്ഷ എന്ന് അവർ വിശ്വസിച്ചിരുന്നു. വിജാതീയ ക്രിസ്ത്യാനികൾ സഭയിലേക്ക് വന്നപ്പോൾ അവർ പരിച്ഛേദനം ചെയ്തിരുന്നില്ല, അവർക്ക് പരിച്ഛേദനമില്ലല്ലോ. അപ്പോൾ അവരെ മാമോദിസ മാത്രം സ്വീകരിച്ചതേ ഉള്ളൂ. ഈശോമിശിഹായിൽ വിശ്വസിച്ച് അവർ മാമോദിസ സ്വീകരിച്ചു വന്നു. അപ്പോഴേ ഈ യഹൂദ ക്രിസ്ത്യാനികൾ പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടുകയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിച്ഛേദന നിങ്ങൾ ചെയ്തിട്ടില്ല. അവർ പരിച്ഛേദനത്തിന് വിജാതി ക്രിസ്ത്യാനികളെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പൗലോസ്ലീഹ പറയുന്നത്, നമുക്ക് ശരീരത്തിന്റെ പരിച്ഛേദനമല്ല വേണ്ടത്, വിശ്വാസമാണ് വേണ്ടത്. രക്ഷ പ്രാപിക്കാനായിട്ട് വിശ്വാസം മതി. അപ്പോഴേക്കും ഇവർ പറഞ്ഞു, നമുക്ക് അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് ജെറുസലേമിലേക്ക് പോകാം. ഈ പൗലോസിന്റെ പ്രത്യേകത ഇത് ശ്രദ്ധിച്ചോണേ. അദ്ദേഹം ഒരു തീരുമാനവും പറയുന്നില്ല. ജെറുസലേമിലെ സഭയുടെ തലവന്മാരോട് ചോദിച്ച ശേഷമാണ് അദ്ദേഹം തീരുമാനത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, നമുക്ക് ജെറുസലേമിൽ പോയി നമ്മുടെ ശ്രേഷ്ഠന്മാരുമായിട്ട് ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. അതാണ് പൗലോസിന്റെ മിഷന്റെ ഒരു പ്രത്യേകത. അദ്ദേഹം എല്ലാവരോടും ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ സഭയിലെ ഒരുമിച്ച് ഒരു സിനഡ് ഉണ്ട്, സിനഡാലിറ്റി. അതാണ് പൗലോസിന്റെ ഈ മിഷന്റെ ഒരു പ്രത്യേകത. വീണ്ടും നോക്കുക, സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര തിരിച്ച അവർ, സഭയുടെ നിർദ്ദേശമനുസരിച്ചുള്ള യാത്ര. ഇവരാരും ഒരു വിമതരല്ല, മാറി നടക്കുന്നവരല്ല, സഭയുടെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അത് ജെറുസലേം സുനഹദോസിന്റെ കാരണക്കാരനായത് നമ്മുടെ പൗലോസാണ്. ജെറുസലേമിൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നു, അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്തു. ചർച്ചയുടെ അവസാനം പത്രോസ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നുണ്ട്, ഇവരെ നമ്മൾ ഈ പരിച്ഛേദനത്തിന് നിർബന്ധിക്കേണ്ടതില്ല. അതിനുശേഷം യാക്കോബ് ശ്ലീഹ എഴുന്നേറ്റ് സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഇവരെ ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഇവരെ എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അങ്ങനെ ജെറുസലേം കൗൺസിൽ ഒരു തീരുമാനത്തിൽ എത്തുകയാണ്, രക്ഷയ്ക്ക് പരിച്ഛേദനം ആവശ്യമില്ല. പൗലോസിന്റെ മിഷന്റെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ, രക്ഷയ്ക്ക് പരിച്ഛേദന ആവശ്യമില്ല എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് പൗലോസ് കടന്നു വന്നു എന്നുള്ളതാണ്. മറിച്ച് എന്താണ് രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത്? വിശ്വാസമാണ് ആവശ്യം. സാൽവേഷൻ ത്രൂ ഫെയ്ത്ത്, സാൽവേഷൻ ത്രൂ ഗ്രേസ്, അല്ലെങ്കിൽ സാൽവേഷൻ ത്രൂ ഫെയ്ത്ത് എന്ന് പറയും. ആ പരിച്ഛേദനം കൊണ്ടല്ല എന്നുള്ളതാണ്. പിന്നെ പൗലോസ് പിന്നീട് പറയുന്നത് ഹൃദയത്തിന്റെ പരിച്ഛേദനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സർക്കംസിഷൻ ഓഫ് ദ ഹാർട്ട്. ചുമ്മാ ശരീരത്തിന്റെ രക്തം കണ്ടിച്ചു കളയുന്നതിനപ്പുറത്ത് ഹൃദയത്തിന്റെ പരിച്ഛേദന, ആത്മീയ അർത്ഥത്തിലാണ് കേട്ടോ, സ്പിരിച്വൽ സെൻസിലാണ് അദ്ദേഹം അത് പറയുന്നത്. പിന്നെ പൗലോസിന്റെ രണ്ടാമത്തെ മിഷൻ യാത്ര നടത്തുന്നത് അപ്പോസ്തല പ്രവർത്തനം 15, 39, 18, 22 വചനങ്ങളിലാണ്. ആ മിഷൻ യാത്രയും വളരെ മനോഹരമായിട്ടുള്ള മിഷൻ യാത്രയായിരുന്നു. ആ മിഷൻ യാത്ര എന്ന് പറയുന്നത് ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങി തുർക്കിയുടെ പ്രദേശങ്ങളുടെ, അന്നത്തെ കാലത്ത് അനത്തോലിയ എന്നറിയപ്പെടുന്നു, അതിലേക്ക് കടന്ന് അദ്ദേഹം മക്കദോനിയയുടെ പ്രദേശങ്ങളിലൂടെ പോയി. അതായത് ഗ്രീസിന്റെ മുകൾ ഭാഗത്താണ്, ഫിലിപ്പി, തെസ്സലോനിക്ക പ്രദേശങ്ങളാണിത്. അതിലെ വന്ന് അദ്ദേഹം ഗ്രീസിലേക്ക് പ്രവേശിക്കും. ഗ്രീസ് എന്ന് പറയുന്നത് നമുക്കറിയില്ല, അവർക്കറിയാം, ആഥൻസ്, കോറിന്തൊക്കെ ഉള്ള സ്ഥലമാണ്. അതിലെ വന്ന് വീണ്ടും അദ്ദേഹം അനത്തോലിയ, തുർക്കിയിലൂടെ കയറി വീണ്ടും അദ്ദേഹം ജെറുസലേമിൽ വന്ന് നടത്തുന്ന ഒരു യാത്രയാണ് ഈ രണ്ടാമത്തെ മിഷണറി യാത്ര. നമുക്ക് പരിചിതമായിരിക്കുന്ന ധാരാളം സ്ഥലങ്ങളിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയപ്പോൾ അദ്ദേഹം കൂടെ കൂട്ടിയത് തിമോത്തിയാണ്. ആ പോകുന്ന വഴിയിൽ അദ്ദേഹം സ്ത്രീകളോട് വചനം പ്രസംഗിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്നത്തെ കാലത്ത് നമുക്ക് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പൗലോസ് സ്ത്രീ വിരോധിയാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരോട് ദീർഘനേരം വചനം പറയുകയും അതിലെ പട്ടുവിൽപ്പനക്കാരിയായിരിക്കുന്ന ലീദിയാമയ്ക്ക് മാമോദിസ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് എല്ലാവരോടും, അത് ഇന്നയാളെന്നൊന്നുമില്ല, പുരുഷന്മാരോട് മാത്രമേ സംസാരിക്കുള്ളൂ അല്ല, എല്ലാവരോടും സംസാരിക്കുന്ന ഒരു ശൈലി ദൈവത്തിന്റെ വചനമല്ലേ, അതപ്പോ ആർക്കും അതിന് മുടക്കം വരുന്നത്, എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ശൈലിയാണ്. അതുപോലെ തന്നെ പൗലോസിന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം എക്സോർസിസം നടത്തുന്ന ഒരാളും കൂടിയാണ് എന്നുള്ളതാണ്. പിശാച് ബാധ ഒഴിപ്പിക്കുന്നയാളാണ്. മിനിസ്ട്രി ഓഫ് ഹീലിംഗിന്റെ കൂടെ തന്നെ അദ്ദേഹം പിശാച് ബാധ ഒഴിപ്പിക്കുന്ന ഒരു എക്സോർസിസ്റ്റും കൂടി ആയിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അങ്ങനെ അദ്ദേഹം ഒരു എക്സോർസിസം നടത്തുന്ന ഉദാഹരണം നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 16, 24 കാണുന്നുണ്ട്. വീണ്ടും നമുക്കെല്ലാവർക്കും അറിയാലോ, ഈ ശുശ്രൂഷയ്ക്കിടയിൽ പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹം തടവറയിലാക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 25, 40 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം തടവറയിലാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച്. വീണ്ടും അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16, 30, 31 വായിക്കാവോ? അപ്പോസ്തല പ്രവർത്തനം 16, 30, 31.
അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. താങ്ക് യു കേട്ടോ. രക്ഷ പ്രാപിക്കാൻ എന്ത് വേണമെന്നുള്ള കാര്യത്തെ കുറിച്ച് ആ ചോദ്യത്തിന് പൗലോസ്ലീഹ കൊടുക്കുന്ന മറുപടി ഒന്ന് ശ്രദ്ധിക്കണേ. അദ്ദേഹം പറയുകയാണ്, ബിലീവ് ഓൺ ദ ലോർഡ് ജീസസ് ആൻഡ് യു വിൽ ബി സേവ്ഡ്, യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, ഈശോമിശിഹായിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. വാട്ട് മസ്റ്റ് ഐ ഡു ടു ബി സേവ്ഡ്? രക്ഷപ്പെട്ടാൽ ഞാൻ എന്ന് ചെയ്യണ്ടേ? ഒന്നേ ഉള്ളൂ, ബിലീവ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഈശോമിശിഹായിൽ വിശ്വസിക്കണം, അതേ ഉള്ളൂ. നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ളതാണ് പൗലോസിന്റെ മിഷനിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത്. വീണ്ടും നമുക്ക് പറയാനുള്ളത് പൗലോസിന്റെ മൂന്നാമത്തെ യാത്രയെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ യാത്ര അത് 53-58 കാലഘട്ടമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ യാത്രയും അദ്ദേഹം വളരെ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. നല്ല സമയമെടുത്താണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അന്ത്യോക്യയിൽ നിന്ന് ആരംഭിച്ച് തുർക്കിയുടെ പ്രദേശങ്ങളിലൂടെ കടന്ന് അദ്ദേഹം വീണ്ടും ഗ്രീസ്, മക്കതോനിയ പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് തിരികെ ജെറുസലേമിലേക്ക് എത്തുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയിലും അദ്ദേഹം ഒരുപാട് പേർക്ക് സൗഖ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വിഗ്രഹ ആരാധനയ്ക്കെതിരെ അദ്ദേഹം തന്റെ മിഷനിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിഗ്രഹ ആരാധന ഒരുപാട് ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. ആ വിഗ്രഹ ആരാധനയ്ക്കെതിരെ പൗലോസ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനത്തിനിടയിൽ പറയുന്നുണ്ട്, കൈകൾ കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല എന്ന് അദ്ദേഹം ധൈര്യത്തോടുകൂടെ സംസാരിക്കുന്ന അവസരങ്ങൾ ഉണ്ട്. വിഗ്രഹ ആരാധനയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്. വീണ്ടും മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, പൗലോസിന്റെ മിഷനിൽ അദ്ദേഹം മരിച്ചുപോയ ഒരാൾക്ക് ജീവൻ കൊടുക്കുന്നുണ്ട്. ഈശോ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് നമ്മൾ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അത് പൗലോസും സൗളും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 7-12 വചനങ്ങളിലാണ്. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 20:7-12. ആഴ്ചയിലെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അടുത്ത ദിവസം യാത്ര പുറപ്പെടേണ്ടിയിരുന്നത് കൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു. അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിച്ചു. ഞങ്ങൾ സമ്മേളിച്ചിരുന്ന മുകളിലത്തെ നിലയിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു. എവിത്തിക്കോസ് എന്ന പേരുള്ള ഒരു യുവാവ് ജനൽപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. പൗലോസിന്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഠനിദ്രയിലാണ്ടു. നിദ്രാതീതനായ അവൻ 3-ാം നിലയിൽ നിന്ന് താഴെ വീണു. അവനെ ചെന്ന് എടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ പൗലോസ് താഴെ ഇറങ്ങിച്ചെന്ന് കുനിഞ്ഞ് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവന് ജീവനുണ്ട്. പൗലോസ് മുകളിൽ ചെന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചതിനു ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. താങ്ക് യു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ വചനം കേൾക്കാനായിട്ട് വന്നിരുന്ന ഒരു പയ്യൻ ഉറങ്ങി താഴെ വീണു. പൗലോസിന്റെ കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പാവം കൊച്ചിന് ഉറക്കം വന്നതുകൊണ്ടൊക്കെയാണ്. എന്തായാലും ചിലപ്പോൾ നീ ടീച്ചർ പറഞ്ഞു പോയി കാണും. എന്തായാലും അങ്ങനെ അവൻ മരണപ്പെട്ടപ്പോൾ അവന് ജീവൻ കൊടുക്കാനായിട്ട് പൗലോസ് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അത് ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണല്ലോ. ഇറ്റ്സ് എ ഡിവൈൻ വർക്ക്. ആ ദൈവം ഈശോ കാണിച്ചെന്ന വഴികളിലൂടെ പൗലോസും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. 3-ാമത്തെ മിഷണറി യാത്രയിലാണ് നടക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിന്റെ യാത്രകൾക്ക് ശേഷം നമുക്ക് കാണുന്നുണ്ട് പൗലോസ്ലീഹ ബന്ധനസ്ഥനാകുന്നുണ്ട്. അദ്ദേഹം അറസ്റ്റിലാക്കപ്പെടുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 21-ാമത്തെ അധ്യായത്തിന്റെ 27-40 വചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടും. അദ്ദേഹം ബന്ധനസ്ഥനാകുന്നുണ്ട്. പിന്നീട് ആ ഒരു ബന്ധന കാലഘട്ടം ഏറെ കാലത്തേക്ക് നീണ്ടു നിന്നു. പിന്നീട് പൗലോസ് തടവറപ്പുള്ളിയായിട്ട് റോമയിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ 3 മിഷൻ യാത്രകൾക്ക് ശേഷം അദ്ദേഹം റോമയിലെ തടവറയിലേക്കുള്ള ഒരു മിഷൻ യാത്രയെ കുറിച്ച് പറയും. അദ്ദേഹം തടവറയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ആ സെക്ഷൻ ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 28-ാമത്തെ അധ്യായം 30-31 വചനങ്ങള്. അപ്പോസ്തല പ്രവർത്തനം 28, 30, 31. അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. താങ്ക് യു. പൗലോസ് ബന്ധനസ്ഥനായിട്ട് റോമയിൽ എത്തി. എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും തന്നെ മിഷൻ പ്രവർത്തനം നടത്തുകയാണ്.
അദ്ദേഹത്തിന് പുറത്തു പോകാനൊന്നും വയ്യ, എങ്കിലും തന്റെ അടുക്കലേക്ക് വരുന്ന എല്ലാവർക്കും ആ ഈശോ മിശിഹായെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രൊക്ലെയിമിംഗ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം, ടീച്ചിങ് അബൌട്ട് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഈശോ മിശിഹായെ കുറിച്ച്, കർത്താവായ ഈശോ മിശിഹായെ കുറിച്ചുള്ള പ്രബോധനം കൊടുക്കുന്ന ഒരു പൗലോസിനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. തടവറയിലാണെങ്കിൽ പോലും അദ്ദേഹം ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാനം എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ AD 67 AD 67 റോമായിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടിട്ടാണ് പൗലോസ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മിഷൻ അവിടെ അവസാനിക്കുന്നത്. ഈ മിഷന്റെ ഇടയിൽ അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ധാരാളം കത്തുകൾ അയച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കത്തുകൾ അദ്ദേഹം എല്ലാവർക്കും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എഴുതുകയും എല്ലാവർക്കും നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 13 ലേഖനങ്ങളാണ് പൗലോസിനായിക്കുള്ളത്. തന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്കിടയിലാണ് അദ്ദേഹം അതെല്ലാം എഴുതിയത്. ചില ലേഖനങ്ങളൊക്കെ തടവറ സമയത്തും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ 13 ലേഖനങ്ങളിലൂടെയും അദ്ദേഹം തന്റെ മിഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പൊതുവായിട്ട് പറയാനായിട്ട് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ പൗലോസിന്റെയും പത്രോസിന്റെയും മിഷനെ കുറിച്ച് എനിക്ക് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിന്റെ വെളിച്ചത്തില് എല്ലാവരോടും പങ്കുവയ്ക്കാനായിട്ട് ഉള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയം കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് 1.5 മണിക്കൂർ സമയമാണ് ക്ലാസ് പറഞ്ഞിരുന്നത്. ഇനി അല്പസമയം നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പത്രോസിന്റെ മിഷനും പൗലോസിന്റെ മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അച്ഛാ, ഈ പൗലോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ കൂടെ നടന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഒരു സുപ്രഭാതത്തില് പെട്ടെന്ന് ക്രിസ്തുവിനാൽ ദൈവത്താൽ വിളിക്കപ്പെട്ട് സുവിശേഷത്തിന് അയക്കുന്നു. അപ്പൊ പൗലോസ് പ്രസംഗിച്ച സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ നടന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. പൗലോസ് അന്ന് പ്രസംഗിക്കുന്ന ഒരു സുവിശേഷം എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ എന്താണ് ആൾക്കൊരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ നമുക്ക് തരാൻ പറ്റുന്നത്? പറയാം. നമ്മള് ഈ പൗലോസിന്റെ ഈ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ജീസസ് എക്സ്പീരിയൻസിന്റെ കുറവിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ട്. അതായത് മറ്റ് അപ്പോസ്തലന്മാരെല്ലാവരും ജീസസിന്റെ കൂട്ടത്തില് 3 വർഷം നടന്നിരുന്നല്ലോ, അങ്ങനെ അവർക്ക് അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ജീസസ് ടച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അത് പൗലോസിന് ഇല്ല എന്നാണ് ഒരു സംസാരം. ശരി തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് പൗലോസിന് ഇത് കിട്ടിയത് എന്നുള്ളതാണ്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരം, ഒന്ന്, പൗലോസിന് ലഭിക്കുന്ന അല്ലെങ്കിൽ സാവൂളിന് ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ലഭിക്കുന്ന ജീസസ് എൻകൗണ്ടർ ആണ്. തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന ഒരു വെളിപാടുണ്ട്. തമ്പുരാന് തീർച്ചയായിട്ടും മിറക്കിൾ പ്രവർത്തിക്കാനായിട്ട് പറ്റുമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു റെവലേഷൻ, ഒരു ജീസസ് എൻകൗണ്ടർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആർക്കും അതിന് തടസ്സം പറയാൻ പറ്റുകയില്ലല്ലോ. തമ്പുരാൻ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ വചനത്തിൽ വായിക്കുന്നത്, ദൈവം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിവൈൻ ദൈവത്തിന് സാധിക്കും. മാനുഷികമായിട്ട് നമുക്ക് ലോജിക്കൽ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. തമ്പുരാൻ ഇഷ്ടമുള്ളതുപോലെ കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം. അത് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 3, 4, 5 വചനങ്ങളിൽ നമ്മളിത് മനസ്സിലാക്കുന്നുണ്ട്. ലൈറ്റ് ഹാസ് ഫ്ലാഷ്ഡ് അറൗണ്ട് ഹിം, ഒരു മിന്നലൊളി അവന്റെ മേൽ പ്രകാശിച്ചു. മിന്നലൊളി ജീസസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവം അവന് കൊടുത്തിട്ടുണ്ടാവും. 2, ഈ പൗലോസ് മാനസാന്തരത്തിന് ശേഷം വസിച്ചത് 3 വർഷക്കാലം ഈ അറേബ്യയിലാണ് എന്ന് നമ്മൾ ഗലാത്യ ലേഖനത്തിന്റെ 1:17-18 വെളിച്ചത്തിൽ പറഞ്ഞല്ലോ. അദ്ദേഹം താമസിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള നിഗമനങ്ങൾ ഉണ്ട് എങ്കിലും പൊതുവെ പറയപ്പെടുന്നത് അദ്ദേഹം അങ്ങനെ ചിതറിപ്പാർക്കപ്പെട്ടിരുന്ന മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാര്, ഈശോയെ നേരിട്ട് അനുഭവിച്ച, ഈശോയുടെ കൂടത്തിൽ നടന്ന ആൾക്കാരുടെ അവരുടെ കൂടെ നിന്നും അവരുടെ ജീവിച്ച് ഈശോയുടെ വാക്കുകളും പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ആർഗ്യുമെന്റ്. മൂന്നാമതായിട്ട് പറയാനുള്ളത്, പല അവസരങ്ങളിലും അപ്പസ്തോലന്മാര് ഈശോയെ നേരിട്ട് അനുഭവിച്ച് കൂടെ നടന്ന അപ്പസ്തോലന്മാരുടെ അടുക്കലേക്ക് പൗലോസ് പോയിട്ടുണ്ടല്ലോ, അവരിൽ നിന്നും പൗലോസ് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉണ്ട്. ഇനി വളരെ കൃത്യമായിട്ടൊരു വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാനതൊന്ന് വ്യക്തമാക്കാം. അത് അപ്പസ്തോല പ്രവർത്തനം 1 കോറിന്തോസിന്റെ 11-ാമത്തെ അധ്യായം എടുത്താല് ഒരു വാക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 1 കോറിന്തോസിന്റെ 11-ാമത്തെ അധ്യായത്തില് പൗലോസ് കുറിക്കുന്ന ഒരു വാക്ക് നോക്കാവോ?
23 വചനം. 1 കൊരിന്തോസ് 11:23. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം. കർത്താവിൽ നിന്ന് ലഭിച്ചു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെളിപാടിലൂടെയാവാം, ഈ ആദിമ സഭയിലൂടെ അവരുടെ പരിശീലനത്തിലൂടെയാവാം, അപ്പസ്തോലന്മാരോടുള്ള ഇടപെടലിലൂടെയാവാം. തീർച്ചയായിട്ടും ഈ വിധങ്ങളിലായിരിക്കാം അദ്ദേഹത്തിന് ലഭിച്ചത് എന്നുള്ളതാണ്. വേറെ ആർക്കെങ്കിലും ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ ചോദിക്കാമോ? ഈ പൗലോസ്ലിയാടെ ആ. ആദ്യ കാലഘട്ടത്തിലുള്ള വളരെ തോറായിലാണേലും അഗാധ പാണ്ഡിത്യവും വളരെ തീക്ഷ്ണമതിയായിരുന്നല്ലോ. പുള്ളി വിശ്വസിച്ചിരുന്ന അതനുസരിച്ച് പീഡിപ്പിക്കുന്നത് അത് അവരെ പുള്ളിയുടെ ആ വിശ്വാസം അനുസരിച്ചാണല്ലോ ഈ പീഡനത്തിനൊക്കെ പുള്ളി മുതിരുന്നത്. അതെ അതെ. അപ്പം പൗലോസ്ലിയായുടെ ഈ തീക്ഷ്ണത ആയിരിക്കുമോ ഈ എങ്ങനെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അനേക ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കാൻ ഈശോയെ ഒരുപക്ഷെ ഈ തീക്ഷ്ണത കണ്ടാണോ ഇങ്ങനെ ഒരാളെ തന്നെ ഈശോ പിടികൂടുന്നതെന്ന് എന്റെ സംശയം. തീർച്ചയായിട്ടും കേട്ടോ. നമുക്ക് മനസ്സിലാക്കേണ്ടത് പൗലോസ്ലിഹയെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഹി വാസ് വെരി വെരി സെലസ്, ഭയങ്കരമായിട്ടുള്ള തീക്ഷ്ണതയുള്ള ഒരാളായിരുന്നു എന്നാണ്. നല്ല അറിവുണ്ട്. ഈ പഴയ നിയമത്തെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. രക്ഷകനായ മിശിഹ വരും, രക്ഷകനായ മിശിഹ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ. ഈ ഈശോ മിശിഹ വന്നപ്പോഴേ യഹൂദന്മാർക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞ യഹൂദര് ഈശോ മിശിഹായിലേക്ക് കൂട്ടായ്മയിലേക്ക് വന്നു. പൗലോസ് അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിലേക്ക് വരാനായിട്ട് അല്പം കാലതാമസം ഉണ്ടായി. ആ ഒരു ശക്തമായിട്ടുള്ള ജീസസ് എൻകൗണ്ടറിന് വേണ്ടിയിട്ട് തബ്രാൻ തന്നെ മാറ്റി നിർത്തിയിരുന്നതാവും പൗലോസ്ലിഹ. അതുകൊണ്ട് തന്നെയാണല്ലോ പറയുന്നത്, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഞാന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. താൻ ആയിരുന്ന കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ആയിരുന്ന സമൂഹത്തിന്റെ രീതികളെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിലും ഞാൻ വളരെ പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടിയിട്ട് മാറ്റി നിർത്തപ്പെട്ടവനായിരുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു എന്ന് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. മുൻപ് നമ്മൾ സൂചിപ്പിച്ചല്ലോ, സെറ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞില്ലേ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ. അത് പൗലോസിന്റെ ഒരു ബോധ്യമാണ് കേട്ടോ. അദ്ദേഹം താൻ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു തീഷ്ണത പിന്നീട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ കാണാം. അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും അഭിഷേകം കൊണ്ടും നല്ലതുപോലെ വചനത്തെ പങ്കുവെച്ച ആളാണ് പൗലോസ്. അച്ഛാ, ഈ പൗലോസ്ലിയാടെ കയ്യിൽ ഇപ്പോൾ ഒരു വാള് താഴോട്ട് ഇങ്ങനെ ചൂണ്ടിരിക്കുന്നതായിട്ടും ചില പടങ്ങളിൽ മുകളിലേക്ക് പിടിച്ചിരിക്കുന്നതായിട്ടും ഉണ്ടെന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കേട്ടോ. അതിനെ കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കാനേ ഉള്ളൂ. ചിത്രകാരന്മാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പടങ്ങൾ വരയ്ക്കാമല്ലോ. നമുക്ക് അതിന് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നുമില്ല. വാളെ വരച്ചേക്കാവുള്ളൂ എന്നാണ് പൊതുവെ പറയുന്നത്. തോക്കും മറ്റൊന്നും വരച്ചേക്കല്ലോ, വാളെ വരയ്ക്കാവുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം വാളുകൊണ്ടാണ് എന്നുള്ള പാരമ്പര്യം നിലനിൽക്കുന്നത് കൊണ്ട്. തോമാസ് ശ്ലീഹയുടെ കയ്യിൽ കുന്തമാണല്ലോ, എസ്തഫാനോസിന്റെ കയ്യിൽ കല്ലാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ പൗലോസ് രക്തസാക്ഷിത്വം വരച്ചത് വാളായതുകൊണ്ട് വാളായിരിക്കണം അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിപ്പിക്കേണ്ടത് എന്ന് പൊതുവെ പറയുന്നത് ചിത്രകാരന്മാർ വരയ്ക്കുമ്പോൾ. ഇനി അത് എങ്ങോട്ട് പിടിച്ചാലും, താഴേക്ക് പിടിച്ചാലോ മുകളിലേക്ക് പിടിച്ചാലോ, ഈ പിടിക്കുന്നതിന്റെ അതിലല്ല അർത്ഥം ഇരിക്കുന്നത്. അത് എന്താണ് എന്നുള്ളതാണ് അർത്ഥം. 3 അർത്ഥങ്ങളാണ് പൊതുവെ പറയുന്നത്. ഒന്ന്, വചനമാകുന്ന വാളാണ്. എബ്രായ ലേഖനത്തിന് 4:12 വെളിച്ചത്തിൽ നമ്മൾ പറയും വചനമാകുന്ന വാള്. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതിലും വളനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പൊ അങ്ങനെ വചനമാകുന്ന വാളെന്ന് പറയാറുണ്ട്. 2, പൗലോസ് ഒരു മതമർദ്ദകനായതുകൊണ്ട് വാളും കൊണ്ട് പോയിരുന്നത് കൊണ്ട് അത് സൂചിപ്പിക്കാനാണെന്ന് പറയുന്നുണ്ട്. 3-മതായിട്ട് പറയുന്നത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിടിക്കുന്ന വാളിന്റെ ദിശയല്ല പ്രധാനപ്പെട്ടത്, വാള് എന്നുള്ള അടയാളമാണ് പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് അങ്ങനെ ചിത്രകാരന്മാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു അച്ഛാ. അച്ഛാ, ഒരു ചോദ്യം കൂടി. പൗലോസ്ലീഹ വിജാതിയർക്ക് സുവിശേഷം പ്രസംഗിച്ച് കൂടുതലുമായിട്ട് വിജാതിയർക്ക് പ്രസംഗിച്ചെന്ന് പറയുന്നു. അപ്പൊ അന്ന് വിജാതിയർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ക്രിസ്ത്യാനികളാകുന്ന ആൾക്കാരെയാണ് സ്വന്തം ആൾക്കാരെന്ന് ഉദ്ദേശിച്ചതും വിജാതിയർ എന്ന് പറയുന്നത് പുറത്തുള്ളതാണോ, അതോ ഇസ്രായേലികളെയാണ് സ്വന്തം ആൾക്കാരായിട്ട് ഇസ്രായേൽക്കാർ? ഒരു കാര്യം കൂടെ, ഇസ്രായേൽക്കാരിൽ സുവിശേഷം പ്രസംഗിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടോ എന്ന് വെച്ചാൽ അവർ ഓൾറെഡി ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ക്രിസ്തു
വന്നതായിട്ട് വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ളടത്ത്. ആ, അപ്പൊ ആ, നമ്മൾ ഓക്കെ. വിജാതിയർ എന്ന് പറയുന്നത് ആരെയാണ് അങ്ങനെ ഒരു ഓക്കെ, പറയാം വിശേഷണം പറയാം കൊടുക്കുന്നത്? പറയാം കേട്ടോ. അന്നത്തെ കാലത്ത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഈ ഒരു പഴയ നിയമത്തിന്റെ യഹൂദ മതത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്നാണല്ലോ നമ്മളുടെ ഈ ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണല്ലോ നമ്മൾ വരുന്നത്. അതുകൊണ്ട് അന്നത്തെ കാലത്തെ പഴയ നിയമ ജനതയും ഇസ്രായേലിനെ കുറിച്ചും പ്രധാനമായിട്ടും പറയുന്നത് ജൂയിഷ് പീപ്പിൾ, യഹൂദന്മാരെ എന്നുള്ളതാണ്. അങ്ങനെ ഈ പഴയ നിയമത്തിന്റെ ജനതയല്ലാതെ ബാക്കി എല്ലാ ഇടങ്ങളിലും ഉള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ജെന്റൈൽസ്. നോൺ ജൂയിഷ് പീപ്പിൾ എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. നേഷൻസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്, എത്നോസ് എന്ന് പറയും. നോൺ ജൂയിഷ് പീപ്പിൾ, യഹൂദരല്ലാത്ത എല്ലാവരെയും, അത് എവിടെയുള്ള ആളാണേലും അങ്ങനെയാണ് വിളിക്കുന്നത്. ഇനി പൗലോസ് വിജാതിയരോട് മാത്രമാണ് സുവിശേഷം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ. പൗലോസ് ആദ്യം പോകുമ്പം അവിടെ എവിടെയെങ്കിലും സിനഗോഗ് ഉണ്ടോ എന്നാ നോക്കുന്നത്. സിനഗോഗിൽ ആരാ ഉള്ളത്? യഹൂദന്മാരാ ഉള്ളത്. ആദ്യം അദ്ദേഹം സിനഗോഗിൽ പ്രവേശിച്ച് അവിടെ അവരോട് സുവിശേഷം പ്രസംഗിച്ചിട്ട് അവിടെ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി തെരുവുകളിൽ ബാക്കിയുള്ളവരോട് സംസാരിച്ചിരുന്നു. ഒരുപാട് ഇടങ്ങളിൽ പരാമർശമുണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ. ആദ്യം അവൻ അവിടെ ചെന്നു, അവിടെ സിനഗോഗ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കി. അവിടെ അവരുണ്ടായിരുന്നുകൊണ്ട് അവിടെ കയറി ഈശോ മിശിഹായെ കുറിച്ച് പറഞ്ഞു. യഹൂദന്മാരെല്ലാവരും തള്ളിക്കളഞ്ഞു എന്നും പറയാൻ നമുക്ക് പാടില്ല. യഹൂദന്മാരിൽ കുറേയേറെ പേര് അത് തിരിച്ചറിയാതെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. സ്വീകരിച്ച ധാരാളം പേരുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. യഹൂദന്മാര് ഈശോ മിശിഹായിലേക്ക് വന്നവര് ധാരാളം പേരുണ്ടല്ലോ. പൗലോസ് രണ്ട് കൂട്ടരുടെയും ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുമുണ്ട്. യഹൂദരും വിജാതിയരും എന്നുള്ളത് അന്നത്തെ ഈ മതവിഭാഗത്തിന്റെ വെളിച്ചത്തിൽ അവരെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ട് അവർ തന്നെ കരുതിയിരുന്നത് കൊണ്ടാണ് അവരെ യഹൂദ ജനത, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നൊക്കെ അവർ തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെ അല്ലാത്ത എല്ലാവരും വിജാതീയരെ എന്നുള്ളൊരു കാഴ്ചപ്പാട് അന്ന് നിലനിന്നിരുന്നു. അവർ വ്യത്യസ്ത ഗോത്രങ്ങളാവാം, അല്ലെങ്കിൽ വ്യത്യസ്ത ദേശക്കാരാകാം, ഏതും ആയിക്കൊള്ളട്ടെ, അവരെ എല്ലാവരെയും നോൺ ജൂയിഷ് പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചിട്ട്, അത് നമ്മൾ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് ഒരു സ്ഥലത്ത് പറയുന്നില്ലേ, സ്ത്രീകള് നിശബ്ദത പാലിക്കുക, അവര് സംസാരിക്കുക. അത് യേശുവിന്റെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ യേശു മരിച്ചപ്പോഴും ധൈര്യമായിട്ട് നിന്നവരെല്ലാം സ്ത്രീകളായിരുന്നു. ഓക്കെ, അത് പറയാം കേട്ടോ. ചോദിച്ചത് നന്നായി. അത് കാരണം ഉണ്ടല്ലോ, എന്റെ പൗലോസ്ലീഹ എല്ലാവരും എപ്പോഴും കുറ്റം പറയുന്ന ഒരു കാര്യമാണ്. പൗലോസ് ഭയങ്കര സ്ത്രീ വിരോധിയാണ്. പുള്ളിക്കാരൻ എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, സ്ത്രീകളായ ഞങ്ങളോടൊക്കെ ഇച്ചിരി ബഹുമാനവും ആദരവും ഒക്കെ വേണ്ടേ, ഞങ്ങളും മനുഷ്യരല്ലേ, ഞങ്ങൾക്കും എന്നാ മഹത്വം ഇല്ലേ? പൗലോസ്ലീഹ ഇങ്ങനെ എന്നാ പറയുന്നത്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം എന്ന് പറയുന്നു, സ്ത്രീകൾ സഭയിൽ മിണ്ടരുതെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയാവോ? ഈ പൗലോസ്ലീഹ എന്തൊരു ക്രൂരനാണ്, സ്ത്രീ വിരോധിയാണെന്നൊക്കെ ഒരുപാട് പേര് പരാതി പറയും. സത്യത്തിൽ പൗലോസ്ലീഹയെ നമ്മൾ അടുത്ത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പൗലോസ്ലീഹ ഒരിക്കൽ പോലും പറയുന്നില്ല സ്ത്രീകള് ഒരിക്കൽ പോലും മിണ്ടരുത് എന്നല്ല പറയുന്നത്. സ്ത്രീകൾ മിണ്ടുന്നതിനെ കുറിച്ചോ പ്രവചിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ അദ്ദേഹം അപ്പസ്തോല 1 കൊരിന്തോസിൽ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴ് ചോദിച്ച വചനഭാഗം 1 കൊരിന്തോസിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ വെളിച്ചത്തിലാണ് ചോദിച്ചത്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, പൗലോസ്ലീഹ അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അവരുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കണം. സ്ത്രീകൾ ഒരിക്കലും മിണ്ടരുത് എന്നുള്ളതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഭാഷാപരം തെറ്റായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഭാഷാപരത്തിന്റെ നിയന്ത്രണത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇനി സ്ത്രീകളോട് മാത്രമാണോ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതിന് തൊട്ടു മുന്നിലെ പ്രവചനവരം നടത്തുന്നവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വ്യാഖ്യാനിക്കാൻ വരവില്ലാത്തപ്പോൾ ആൾക്കാർ സംസാരിക്കുമ്പോൾ അതും വേണ്ട എന്ന് നിരോധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് സ്ത്രീകളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവര് തെറ്റായിട്ടുള്ള സംസാരം നടത്തുമ്പോൾ. നമ്മൾ ക്ലാസ്സിൽ ഒരു പിള്ളേര് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, ടീച്ചർ പിള്ളേര് ഭയങ്കരമായിട്ട് കലവലാന്ന് വർത്താനം പറയും. ടീച്ചർ സ്വന്തമായിട്ട് എന്ത് പറയും? മിണ്ടാതിരിക്കാൻ പറയും. അങ്ങനെയുള്ള ഒരു സാഹചര്യമായിട്ട് പോലും നമുക്ക് ഇതിനെ കരുതേണ്ടതുണ്ട്. അതൊന്ന്. പിന്നെ മറ്റൊന്ന്, സ്ത്രീകൾ സാവകാശം ആണ് കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാതെ വന്ന സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് കണക്കിന്റെ ഒരു ക്ലാസ് കുറേയേറെ ഒരു 3-4 മാസം കണക്കിന്റെ ക്ലാസ്സുകൾ സാർ പഠിപ്പിച്ചു. 1, 2, 1, 1, 2, 2, 2, 4, 4, 4, 8 അതൊക്കെ പഠിപ്പിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സാർ പഠിപ്പിച്ചു a+b² നാളുകൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറെ കുട്ടികൾ വരുന്നത്. അവർക്ക് 6 മാസം കഴിയുമ്പോഴേക്കും ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാം മനസ്സിലാകുമോ? ഇല്ല. കാരണം എന്താണ്? അവർക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർ പെറുപെറുക്കും, അവർ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴേക്കും സ്ത്രീകൾ അവസാനം പിന്നീട് കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാതെ വന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പൗലോസ്ലീഹ അവരോട് പറയുന്നത്, ഒന്ന്, നിങ്ങൾ മിണ്ടരുത്. അപ്പൊ അതിന് തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത്, നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ ഭർത്താക്കന്മാരോട് ചോദിക്കണം. കാരണം
അവർ നേരത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാ, അവരോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന എനിക്ക് വചനം പറയാനായിട്ട് സമയം കിട്ടാതെ വരും. ആ സാഹചര്യത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പം മിണ്ടാതിരിക്കണം, വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഭർത്താക്കന്മാരോട് ചോദിക്കണം എന്ന് പറയുന്നതിനുള്ള കാരണവും. അല്ലാതെ ഒരിക്കൽ പോലും മിണ്ടിപ്പോകരുത്, നിങ്ങൾക്ക് വോയിസേ ഇല്ല എന്ന് അത് ഒരിക്കൽ പോലും പറയുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേക്കണം കേട്ടോ. അതുകൊണ്ട് കാരണം സ്ത്രീകള് സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ അതിന് മുന്നില് പല അവസരങ്ങളിലും കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് സംസാരിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അത് പൗലോസ് ഒരിക്കൽ പോലും തടസ്സം പറയുന്നില്ല. ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്നുകൂടെ മനസ്സിലാക്കണം. അതായത് ഇതിന് മുന്നിൽ വേറെ ഒന്ന് രണ്ട് കൂട്ടരോട് കൂടെ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വാക്ക് മാത്രം പെറുക്കിയെടുത്ത് പറയുന്നത് കൊണ്ടുള്ള ഒരു പരാജയമാണ് കേട്ടോ അത്. നമുക്ക് അങ്ങനെ വാക്ക് മാത്രം പെറുക്കിയെടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ചാല് അത് തെറ്റായി പോകും. നമുക്ക് ആ വചനത്തെ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വേണം എടുത്ത് വ്യാഖ്യാനിക്കാനായിട്ട്. പിന്നെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അത് സത്യമായിട്ടും അത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. അതിന് തൊട്ടു മുമ്പിലത്തെ വചനം വായിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത് എഫേസ്യോസ് ലേഖനത്തിലാണ് 5-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തിലാണ് ഇത് പറയുന്നത്. നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കണം. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും വിധേയരായിരിക്കണം എന്നുള്ള വാക്ക് വായിക്കാതെ 22-ാം വാക്യം തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് 21-ന്റെ വാക്യം കൂടെ വായിച്ചിട്ട് വേണം 22 വായിക്കാനായിട്ട്. നമ്മുടെ മലയാളം PUC-യിൽ ചെറിയൊരു പ്രശ്നം വന്നത് 22-ന് മുകളിലാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള തലക്കെട്ടിട്ടിരിക്കുന്നത്. അത് 21-ന് മുകളിലാണ് ഇടേണ്ടത്. ഇംഗ്ലീഷ് ബൈബിളിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പുതിയ പഠന ബൈബിളിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. 21-ന് മുകളിലാണ് ആ തലക്കെട്ടിട്ടിരിക്കുന്നത്. നമുക്കറിയാലോ, തലക്കെട്ടൊന്നും പൗലോസ്ലീഹ എഴുതിയതല്ല. പിന്നീട് 15 നൂറ്റാണ്ട് 16 നൂറ്റാണ്ടുകളിൽ വന്നതാണ് ഈ തലക്കെട്ടുകളും അധ്യായങ്ങളും തിരിക്കലും ഒക്കെ. അങ്ങനെ വന്നപ്പം മലയാളത്തിൽ വന്ന ഒരു പ്രശ്നം എന്ന് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് ബൈബിളിൽ കൃത്യമായിട്ട് 21-ൽ തന്നെയാണ്, 21-ന് മുകളിലാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന തലക്കെട്ടിട്ടിരിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കും, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ആരൊക്കെയാണ്? ഭർത്താവും ഭാര്യയും രണ്ടുപേരും. അതുകൊണ്ട് പൗലോസ്ലീഹയെ തെറ്റിദ്ധരിച്ചേക്കലെന്നാണ് എനിക്ക് സ്നേഹത്തോടെ അപേക്ഷിക്കാനുള്ളത്. അച്ഛാ, ഏറ്റവും അവസാനമായിട്ടും പിന്നെ രക്തസാക്ഷിയായത് പൗലോസാണ്. അത് കഴിഞ്ഞ് വല്ലവരും മരിച്ചോ? നമുക്കുണ്ടല്ലോ, അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ പത്രോസും പൗലോസും ഒക്കെ ഒരേ സമയത്താണ്. പത്രോസാണോ പൗലോസാണോ അതിനുള്ളതിനെ കുറിച്ചൊക്കെ ചെറിയ സംശയങ്ങളുണ്ട്. അവർ ഒരേ കാലഘട്ടത്തിലായിരുന്നു. നീറോ ചക്രവർത്തിയുടെ മതമർദ്ദനത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരിലെ ആരുടേതാണ് നമുക്ക് ഏകദേശം നമ്മൾ ഒരേ കാലഘട്ടത്തിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ പോലും കുഴപ്പമില്ല കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് എന്നോട് വ്യക്തിപരമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വായിച്ചു വരുമ്പോഴാണ് സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൗലോസ്ലീഹയെ കുറിച്ച് തോന്നുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. അതൊന്നും ഒരു തടസ്സമില്ല. ഓക്കെ, ആർക്കും പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടെ ജോൺ ബോസ്കോ അച്ഛാ എങ്ങനെ ചെയ്യുന്നത്? നമുക്ക് അച്ഛാ, ഞാനൊരു താങ്ക്സ് ചെറുതായിട്ട് പറയുമ്പോൾ അച്ഛൻ ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ബ്ലസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്താൽ മതി. ബഹുമാനപ്പെട്ട വടക്കേലച്ച, പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായൊരു സെഷൻ ആയിരുന്നു ഇപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്തത്. നമ്മുടെ വടക്കേലച്ചന്റെ കഴിവ് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. അച്ഛൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചോദ്യത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞല്ലോ, എന്റെ പൗലോസ്ലീഹായെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന്. അത്ര ഹൃദയത്തോട് ചേർത്താണ് പൗലോസ്ലീഹായെ വടക്കേലച്ചൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ്ലീഹായുടെ തീക്ഷ്ണതയുള്ള അച്ഛനെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ് സഭ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ KCBC-യുടെ ഡോക്ടറൽ കമ്മീഷന്റെ സെക്രട്ടറിയാണ് അച്ഛൻ. അതുപോലെ CBSE-യുടെ ദൈവശാസ്ത്ര കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ അച്ഛൻ ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെമിനാരിയിലും പൗരസ്ത്യ വിദ്യാപീഠത്തിലും PG സ്റ്റുഡൻസിനെയൊക്കെ അച്ഛൻ പൗലോസ്ലീഹയുടെ തീക്ഷ്ണതയിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇത്ര മനോഹരമായ ഒരു ക്ലാസ് പൗലോസ്ലീഹയെ കുറിച്ച് എടുത്തു തന്ന് നമ്മുടെ തെറ്റിദ്ധാരണകളൊക്കെ പലതും മാറ്റാൻ അച്ഛന്റെ ഈ ക്ലാസ് സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പലരുടെയും ചോദ്യത്തിന് വ്യക്തമായ മറുപടി അച്ഛൻ തന്നിട്ടുണ്ട്. അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ വേസപ്ര നസ്രാണി ദയറായുടെ പേരിലും നമ്മളെല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അച്ഛാ, ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. സ്നേഹിതാവായ ദൈവമേ, ഞങ്ങളുടെ കൂട്ടായ്മയെ ഞങ്ങളുടെ തിരുകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം ഒരുമിച്ച് വചനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ തുടർന്ന് ഞങ്ങൾക്ക് ഈ വചനത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള എല്ലാ കൃപകളും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ.
നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസം നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് Thank you, Father.